നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാനാ ഹസ്തേ നൈകേന പദ്മം സിതമഭിജസുഗം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആഗായതേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിഭക്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയദ്വം. വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം.
വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മനാ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം വരദാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ശ്രീതായാഃ പദയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമായണ മാസം 20-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. രാമായണ മാസം 20-ാം ദിവസമാണെന്ന്. വാൽമീകി രാമായണം ആരണ്യകാണ്ഡമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമൻ മാരീചനെ വധിച്ചതും മാരീചൻ സീതയെ ലക്ഷ്മണ എന്നിങ്ങനെ രാമന്റെ ശബ്ദത്തിൽ കരഞ്ഞതും ലക്ഷ്മണനെ സീത വല്ലാതെ നിന്ദിച്ചുകൊണ്ട് പോകാൻ നിർബന്ധിച്ചതും നിവൃത്തികേട് കൊണ്ട് ലക്ഷ്മണൻ സീതയുടെ അടുക്കൽ നിന്ന് രാമന്റെ അടുത്തേക്ക് വേഗത്തിൽ പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. ഇന്നലെ മുഴുവൻ നമ്മൾ കണ്ടത് രാവണൻ സീതയുടെ അടുത്തേക്ക് വരുന്നത്, അഥവാ പഞ്ചവടിയിലെ പർണശാലയിലേക്ക് ഒരു സന്യാസി വേഷത്തിൽ, ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നതും അദ്ദേഹം സീതയെ പ്രശംസിക്കുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. സീതയുടെ സൗന്ദര്യത്തെയും മറ്റുമൊക്കെ വർണ്ണിച്ചു. അതിനുശേഷം നീ ആരാണ്, ഏകയായി ഇവിടെ എന്ത് ചെയ്യുന്നു, നിനക്കെന്താ, ആരെയും ഭയമില്ലേ, രാക്ഷസന്മാരുടെ സ്ഥലമാണല്ലോ ഇത്, വന്യമൃഗങ്ങൾ ക്രൂരമൃഗങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ വനത്തിൽ ഏകയായി നീ എന്ത് ചെയ്യുന്നു എന്നെല്ലാം ചോദിച്ചതിന് മറുപടിയായിട്ട് സീത തന്റെ ചരിത്രം പറഞ്ഞു. അഥവാ താൻ ജനകപുത്രിയാണ്, രാമന്റെ പത്നിയാണ്, പിതാവിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ചെറിയമ്മയായ കൈകേയിക്ക് സന്തോഷമാകാൻ വേണ്ടി രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ ഞാനും ലക്ഷ്മണനും ഉണ്ട്. അപ്പോ ആ രാമലക്ഷ്മണന്മാർ ഇവിടെ എന്റെ കൂടെയുണ്ട്. അവര് നായാട്ടിന് പോയിരിക്കുകയാണ്. അവരിപ്പം തന്നെ തിരിച്ചു വരും. അങ്ങ് അതുവരെ വിശ്രമിക്കാൻ സമയമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കൂ, വിശ്രമിക്കൂ. അങ്ങ് ആരാണ്, അങ്ങയുടെ കാര്യങ്ങളെല്ലാം പറയൂ എന്ന് സീത ചോദിച്ചതായിട്ടുള്ള സമയത്ത് രാവണൻ
തന്റെ ഗരിമയെ, തന്റെ എന്താ പറയുക, താൻ ആരാണെന്നുള്ളതായിട്ടുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ചെയ്യുന്നു. ഞാൻ ഘോരനായ, അല്ലെങ്കിൽ ലോകങ്ങളെ മുഴുവൻ ഭയപ്പെടുന്ന, ദേവന്മാരെയൊക്കെ ഭയപ്പെടുത്തുന്ന രാവണൻ എന്ന രാക്ഷസ രാജാവാണ്, ലങ്കാധിപതിയാണ്. അങ്ങനെയുള്ള എനിക്ക് നിന്നെ കണ്ടത് മുതൽ എന്റെ മറ്റു ഭാര്യമാരിലൊന്നും താല്പര്യമില്ലാതായി, രുചിയില്ലാതായി. ഇനിയിപ്പോ എനിക്ക് നീ തന്നെ എന്റെ പട്ടമഹിഷിയായിട്ട് വരണം. നീ പട്ടമഹിഷിയായിട്ട് വന്നാൽ എന്റെ മറ്റു ഭാര്യമാരെല്ലാം നിനക്ക് താഴെയായിരിക്കും. മാത്രമല്ല 5000 ദാസിമാർ നിനക്ക് സേവ ചെയ്യാനുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ദേവിയെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് ദേവി തിരിച്ചും നിന്ദിച്ചുകൊണ്ട്, പിന്നെ രാവണനെ നിന്ദിച്ചുകൊണ്ട് കുറച്ച് സംസാരിച്ചു. ഒരുപാട് ഉപമകളോട് കൂടിയിട്ട്, അല്ലെ, ഒരു പല മൃഗങ്ങളോടും രാമനെ ഉപമിച്ചുകൊണ്ട്, അതിന്റെ മുമ്പിൽ നീചമൃഗങ്ങളായി രാവണനെയും ഉപമിച്ചുകൊണ്ട്, ഒരു ആനയും പൂച്ചയും അല്ലെങ്കിൽ സിംഹവും കുറുക്കനും എന്ന പോലെ രാമനെ സിംഹമാക്കിയും രാവണനെ കുറുനരിയാക്കിയും രാമനെ ആനയാക്കിയും ഇവനെ പൂച്ചയാക്കിയും അങ്ങനെ പലതായിട്ടും ഉപമിച്ചുകൊണ്ട്, ആ രാമപത്നിയെ നീ അപഹരിക്കാൻ ശ്രമിക്കുന്നുവോ, രാമപത്നിയെ ഹർത്തുമിച്ഛസി എന്നിങ്ങനെ പല പ്രാവശ്യം ചോദിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ഒരുപാട് പറഞ്ഞു സീത. അങ്ങനെ പറഞ്ഞ് ധൈര്യമെല്ലാം പ്രകടിപ്പിച്ചുവെങ്കിലും അവസാനം സീത തളർന്നു, അല്ലേ, ചകിതയായി. ശരിയായ ഉള്ളിലുള്ള ഭയം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഭയചകിതയായിരിക്കുന്ന സീതയെ കണ്ടു മനസ്സിലാക്കിയ രാവണൻ ഒന്നുകൂടെ ആ സീതയെ ഭയപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനുമായിക്കൊണ്ട് തന്റെ കൂടെ വരുന്നതാണ് സീതയ്ക്ക് നല്ലത് എന്ന് പറയാനായിക്കൊണ്ട് ആരംഭിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ 48-ാം സർഗത്തില് രാവണൻ ചെയ്യുന്ന ആത്മപ്രശംസ, താൻ തന്നെ പ്രശംസിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് 48-ാം സർഗം. രാവണസ്യ ആത്മപ്രശംസ എന്ന് വേണം പറയാം. അപ്പോ കാണാം. അത് ശ്രീമദ് വാൽമീകിയെ രാമായണേ 48 സർഗഃ. ആരണ്യകാണ്ഡേ 48 സർഗഃ. ആരണ്യകാണ്ഡത്തിലെ 48-ാം സർഗം. ഏവം ബ്രുവന്ത്യാം സീതായാം സംരബ്ധഃ പരുഷാക്ഷരം ലലാടേ ഭ്രുകുടീം കൃത്വാ രാവണഃ പ്രത്യുവാചഃ. സീതായാം ഏവം ബ്രുവന്ത്യാം, സീത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, രാവണഃ ലലാടേ ഭ്രുകുടീം കൃത്വാ സംരബ്ധഃ പരുഷാക്ഷരം പ്രത്യുവാചഃ. രാവണൻ തന്റെ നെറ്റിയിലേക്ക്, ലലാടത്തിലേക്ക് ഭ്രുകുടീം കൃത്വ, ഭ്രുകുടി എന്ന് പറഞ്ഞാൽ പുരികക്കൊടി. അപ്പൊ പുരികത്തിനെ നെറ്റിയിലേക്ക് വളച്ച് ക്രോധത്തോടെ നോക്കിക്കൊണ്ട് എന്നർത്ഥം. സംരബ്ധ എന്ന് പറഞ്ഞാലോ നല്ല കോപമുള്ളവനായിട്ട്, കോപാക്രാന്തനായിട്ട്, പരുഷാക്ഷരം പ്രത്യുവാച, വളരെ രൂക്ഷമായിട്ടുള്ള പരുഷമായ ഭാഷയിൽ അവളോട് മറുപടി പറഞ്ഞു. സീതയെ ഭയപ്പെടുത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഭ്രാതാവൈശ്രവണസ്യാഹം സാപത്ന്യോ വരവർണിനി രാവണോ നാമ ഭദ്രം തേ ദശഗ്രീവഃ പ്രതാപവാൻ യസ്യ ദേവാഃ സഗന്ധർവാഃ പിശാചപതഘോരകാഃ വിദ്രവന്തി ഭയാദ്ഭീതാ മൃത്യോരിവ സദാ പ്രജാഃ. യേന വൈശ്രവണോ ഭ്രാതാ ദ്വൈമാത്രഃ കാരണാന്തരേ ദ്വന്ദ്വമാസാദിത ക്രോധാത് രണേ വിക്രമ്യ നിർജിതഃ മദ്ഭയാത് തത്പരിത്യജ്യ സ്വം അധിഷ്ഠാനം ഋദ്ധിമത് കൈലാസം പർവതശ്രേഷ്ഠം അധ്യാസ്തേ നരവാഹനഃ യസ്യ തത് പുഷ്പകം നാമ വിമാനം കാമകം ശുഭം വീര്യാത് ഏവാർജിതം ഭദ്രേ ഏനയാമി വിഹായസം. അപ്പൊ തന്റെ മഹാത്മ്യത്തെ, പ്രൗഢിയെ സ്വയം പറയാൻ തുടങ്ങി. ഹേ ഭദ്രേ,
നിനക്ക് നല്ലത് വേണമെങ്കിൽ നീ മംഗളശീലയായി അനുസരണയുള്ളവളായിരുന്നാലും പ്രജാഹ സദാ മൃത്യോഹോ ഇവ സ ഗന്ധർവാഹ ദേവാഹ പിശാച പദകോരകാഹ യസ്യ ഭയാത് ഭീതാഹ വിദ്രവന്തി. രാവണൻ സ്വയം പറയണം അല്ലെ, വേദത്തില് ഈശ്വരനെ കുറിച്ചിട്ടുള്ള വാക്കുകളുണ്ട്. ഭീഷാസ്മാദ് പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർദാവതി പഞ്ചമയിതി. അവനെ ഭയന്ന് എന്ന് വെച്ചാൽ ഈശ്വരനെ ഭയന്നുകൊണ്ട് കാറ്റ് വീശുന്നു, സൂര്യൻ ഉദിക്കുന്നു, അഗ്നിയും ഇന്ദ്രനും അവരുടെ പണിയെടുക്കുന്നു, യമൻ ഓടി നടന്ന് പണിയെടുക്കുന്നു. ആരെ ഭയന്ന്? ഈശ്വരനെ ഭയന്ന്. ഇവിടെ അതിന് സമാനമായി തന്നെയാണ് ഇവിടെ രാവണൻ പറയുന്നത്. ഏതൊരു പ്രജകൾ മുഴുവൻ എല്ലാവരും കാലനിൽ നിന്നെന്ന പോലെ എന്നെ ഭയപ്പെടുന്നുവോ, ഗന്ധർവന്മാരും ദേവന്മാരും പിശാചക്കളും പതകങ്ങളും ഉരകങ്ങളും യസ്യ ഭയാത് ഭീതാഹ അല്ലെങ്കിൽ ദ്രുതാഹ ഭീതാഹ വിദ്രവന്തി, ഏതൊരുവനിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് ഭീതരായി വിദ്രവന്തി, വിശേഷേണ ദ്രവന്തി നല്ലപോലെ ഓടുന്നു എന്നർത്ഥം, ഭയപ്പെട്ട് ഓടുന്നു. ഏന ദ്വൈമാത്രഃ ഭ്രാതാ വൈശ്രവണഃ നരവാഹനഃ കാരണാന്തരേ ക്രോധാത് രണേ ദ്വന്ദ്വമാസാദിതഃ വിക്രമ്യ നിർജിതഃ മദ്ഭയാത് ഋദ്ധിമത്തത് സ്വം അധിഷ്ഠാനം പരിത്യജ്യ പർവ്വതശ്രേഷ്ഠം കൈലാസമധ്യാസ്തേ. തന്റെ ജ്യേഷ്ഠ സഹോദരനായ കുബേരനെ കുറിച്ച് പറയണം. കുബേരൻ എന്നെ പേടിച്ച് ഈ ലങ്കാരാജ്യം വെടിഞ്ഞ് കൈലാസത്തിലേക്ക് ഓടിപ്പോയവനാണ് എന്ന് പറയും. അപ്പൊ വൈശ്രവണൻ കുബേരൻ കേമനാണ്, ദിക്പാലകന്മാരിൽ ഒരാളാണ് അല്ലെ, വടക്ക് ദിക്കിന്റെ അധിപതിയാണ്, നിധിയുടെ അധിപതിയാണ്, അങ്ങനെയുള്ള അതുപോലെ യക്ഷഗന്ധർവന്മാരുടെയൊക്കെ അധിപതിയാണ്. അപ്പൊ വൈശ്രവണഃ ദ്വൈമാത്രഃ മമ ഭ്രാത, എന്റെ ഭ്രാതാവ് സഹോദരനായിട്ടുള്ള ദ്വൈമാതുരൻ എന്ന് പറഞ്ഞാൽ എന്റെ മറ്റൊരു അമ്മയുടെ ഇവിടെ വലിയമ്മയാണ്. വിശ്രവസ് എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണന് രണ്ട് ഭാര്യമാരാണ്, കൈകസിയും. വൈശ്രവണന്റെ അമ്മയുടെ പേരെന്താ? കൈകസി രാവണന്റെ അമ്മ, വൈശ്രവണന്റെ അമ്മയുണ്ട്, ഓർമ്മ വരില്ല പോട്ടെ. അപ്പൊ രണ്ട് ഭാര്യമാരാണ്. അതിൽ ആദ്യത്തെ ഭാര്യയുടെ മകനാണ് ഈ വൈശ്രവണൻ എന്ന് പറയുന്ന കുബേരൻ. അപ്പൊ എന്റെ വലിയമ്മയുടെ മകനായ വൈശ്രവണൻ നരവാഹന, അദ്ദേഹത്തിന്റെ വാഹനം ഒരു നരനാണ്, ഒരു മനുഷ്യൻ വഹിക്കുന്നതായിട്ടാണ് കാണുക. അപ്പൊ കാരണാന്തരേ ക്രോധാത് രണേ, വേറൊരു സംഗതി വശാൽ എന്നോട് കോപം മൂലം യുദ്ധത്തില് ദ്വന്ദ്വമാസാദിത, ദ്വന്ദ്വയുദ്ധത്തെ ചെയ്തവനായിട്ട് വിക്രമ്യ നിർജിത, എന്താ പറയാ, എന്റെ കരബലം കൊണ്ട് ഞാൻ അവനെ പരാക്രമത്തിൽ ജയിച്ചു. അങ്ങനെ ജയിച്ച് മദ്ഭയാത് ഋദ്ധിമത് തത്വം അധിഷ്ഠാനം പരിത്യജ്യ, എന്നെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ഐശ്വര്യ പരിപൂർണമായ തന്റെ ധാമത്തെ, തന്റെ സ്വദേശത്തെ വെടിഞ്ഞുകൊണ്ട് പരിത്യജിച്ചുകൊണ്ട്, അഥവാ ലങ്കയെ പരിത്യജിച്ചുകൊണ്ട് പർവ്വതശ്രേഷ്ഠം കൈലാസമധ്യാസ്തേ, ആ പർവ്വതശ്രേഷ്ഠനായ കൈലാസത്തിൽ ഇപ്പോൾ അധിവസിക്കുന്നു. എന്നെ പേടിച്ചുകൊണ്ട് മഹാദേവന്റെ കാൽക്കൽ ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആ കൈലാസത്തില്. അല്ലാതെ ലങ്ക അദ്ദേഹത്തിന്റേതായിരുന്നു, എന്റെ ജ്യേഷ്ഠന്റേതായിരുന്നു, അവിടുന്ന് സ്ഥലം വിട്ടു. അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ അത്ഭുതമായിട്ടുള്ള പുഷ്പക വിമാനം, അതിനെക്കുറിച്ച് പറയണം. ഏന വിഹായസം യാമി, ഏതൊന്നുകൊണ്ടാണോ ഞാൻ ആകാശത്തിലൂടെ യാനം ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്, തത് കാമകം ശുഭം പുഷ്പകം നാമ വിമാനം യസ്യ, ആ എന്താ പറയുക, കാമകം ഇഷ്ടത്തിനനുസരിച്ച് അതിൽ സഞ്ചരിക്കുന്നവരുടെ മനസ്സിനനുസരിച്ച് ഗമിക്കുന്ന മംഗളമായിട്ടുള്ള പുഷ്പകം എന്ന പേരുള്ള വിമാനം ഏതൊരുവന്റെ ആയിരുന്നുവോ വീര്യാദേവ ആർജിതം അഹം, അത് എന്റെ പരാക്രമം കൊണ്ട് ഞാൻ അവനിൽ നിന്ന് സ്വന്തമാക്കി തട്ടിയെടുത്തു. ഹേ വരവർണിനി, അല്ലയോ സുന്ദരി, വൈശ്രവണസ്യ സാപത്ന്യഃ ഭ്രാതാ രാവണഃ നാമ പ്രതാപവാൻ ദശഗ്രീവഃ, ഞാൻ ആരാണ്? ആ കുബേരന്റെ ഇളയമ്മയുടെ മകൻ സാപത്ന്യൻ, സപത്നിയുടെ അച്ഛന്റെ സപത്നിയുടെ മകൻ. അപ്പൊ ഇളയമ്മയുടെ മകനായിട്ടുള്ള ശത്രുതുല്യൻ എന്നും കൂടി അർത്ഥമാണ് സാപത്ന്യ. അപ്പൊ വൈശ്രവണന് ശത്രുതുല്യനായിട്ടുള്ള പ്രതാപവാനായ രാവണൻ എന്നു പേരുള്ള സഹോദരനാണ് ദശഗ്രീവൻ. 10 കഴുത്തുള്ളവനാണ് ഞാൻ.
അങ്ങനെയുള്ള എന്നെ നീ അറിയില്ലേ? അറിയണം. തേ ഭദ്രം, നിനക്ക് മംഗളം വരട്ടെ എന്ന് പറഞ്ഞാൽ നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് മംഗളം ഉണ്ടാവുന്ന താല്പര്യം. മമ സഞ്ജാതരോഷസ്യ മുഖം ദൃഷ്ട്വൈവ മൈഥിലി വിദ്രവന്തി പരിത്രസ്താഃ സുരാഃ ശക്രപുരോഗമാഃ. ഹേ മൈഥിലി, അല്ലയോ മൈഥിലി, സഞ്ജാതരോഷസ്യ മേ മുഖം ദൃഷ്ട്വാ ഏവ. കോപം വന്നു കഴിഞ്ഞാൽ എന്റെ ആ മുഖത്തെ കണ്ടിട്ട് തന്നെ ആ ശക്രപുരോഗമാഃ സുരാഃ പരിത്രസ്താഃ വിദ്രവന്തി. ശക്രൻ അഥവാ ഇന്ദ്രൻ മുതലായ ദേവന്മാരെല്ലാവരും തന്നെ പരിത്രസ്തരായി ഭയപ്പെട്ടുകൊണ്ട് വിറച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. എന്റെ മുമ്പിൽ ഞാൻ ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോൾ ആർക്കും നിൽക്കാൻ ഇന്ദ്രന് പോലും ധൈര്യമില്ല. യത്ര തിഷ്ഠാമ്യഹം തത്ര മാരുതോവാദിശങ്കിതഃ തീവ്രാംശുഃ ശിശിരാംശുശ്ച ഭയാത് സമ്പദ്യതേ രവിഃ. അപ്പോ അഹം യത്ര തിഷ്ഠാമി, ഞാൻ എവിടെ നിൽക്കുന്നുവോ തത്ര മാരുതഃ ശങ്കിതഃ വാദി, അവിടെ കാറ്റ് പോലും ഭയപ്പെട്ടുകൊണ്ടാണ് വീശുന്നത്. എനിക്കിഷ്ടാവുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കാറ്റ് വീശുന്നത്. തീവ്രാംശുഹു രവിഹി, വളരെ തീക്ഷ്ണകിരണം ഉള്ളതായിട്ടുള്ള ഉഷ്ണസ്വഭാവമുള്ള സൂര്യനാകട്ടെ, അതുപോലെ ഭയാത് ശിശിരാംശുഹൂച്ച, ഭയം മൂലം കുളിർത്ത രശ്മിയോടുകൂടിയവനായി സമ്പദ്യത മാറിപ്പോകുന്നു, എന്നെ ഭയപ്പെട്ടു പോകുന്നു എന്നും ഒരർത്ഥം. മറ്റൊരു ശിശിരാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ സൂര്യചന്ദ്രന്മാർ എന്നെ കണ്ട് വഴിമാറിപ്പോകുന്നു എന്ന് രണ്ടായിട്ടും അതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ സൂര്യൻ തന്നെ ശിശിരാംശു ആകുന്നു, അഥവാ സൂര്യന്റെ കിരണങ്ങളുടെ ഉഷ്ണമെല്ലാം നഷ്ടപ്പെട്ട് ചന്ദ്രനെ പോലെ ആവുന്നു എന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്നും താല്പര്യം. നിഷ്കമ്പപത്രാസ്തരവോ നദ്യശ്ച സ്ഥിമിതോദഗാഃ ഭവന്തി യത്ര തത്രാഹം തിഷ്ഠാമി ച ചരാമി ച. അഹം യത്ര തിഷ്ഠാമി ചരാമി ച, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത്, തത്ര ച തരവഃ നിഷ്കമ്പപത്രാഃ, അവിടെയുള്ള വൃക്ഷങ്ങൾ പോലും ഇലയനങ്ങാതെ നിശ്ചലരായി നിന്നു പോകും പേടിച്ചിട്ട്. നദ്യഃ സ്ഥിമിതോദഗാഃ ഭവന്തി, നദികള് അതിന്റെ ജലപ്രവാഹം പതുക്കെയായി നിന്നു പോകും ചിലപ്പോ എന്നെ കണ്ടിട്ട്. അങ്ങനെയായിട്ട് ഭവിക്കും. അപ്പൊ നദികൾ പോലും എന്നെ ഭയന്ന് നേരെ ഒഴുകില്ല. മമ പാരേ സമുദ്രസ്യ ലങ്കാ നാമ പുരീ ശുഭ സമ്പൂർണ രാക്ഷസൈർഘോരൈഃ യഥേന്ദ്രസ്യ അമരാവതി. സമുദ്രസ്യ പാരേ ഇന്ദ്രസ്യ അമരാവതി യഥാ ശുഭ മമ പുരീ ലങ്കാ നാമ ഘോരൈഹി രാക്ഷസൈഹി സമ്പൂർണ. അപ്പോ ഈ സമുദ്രത്തിന്റെ പാരത്തിൽ, പാരമെന്നാൽ മറുകര, അപ്പൊ മറുകരയില് ഇന്ദ്രസ്യ അമരാവതി യഥാ, ഇന്ദ്രന്റെ അമരാവതി എന്ന് പറയുന്ന ആ ദേവലോകം പോലെ ശുഭാ മമ പുരി, അഴകാർന്നതായിട്ടുള്ള എന്റെ പുരി, ലങ്കാ നാമ, ലങ്ക എന്ന് പേരായിട്ടുണ്ട്. അവിടെ ഘോരൈഹി രാക്ഷസൈഹി സമ്പൂർണാഹ, അതിഭയങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ കൊണ്ട് നിറയപ്പെട്ടതാണ് ആ ലങ്കാപുരി. പ്രാകാരേണ പരിക്ഷിപ്ത പാണ്ഡുരേണ വിരാജത ഹേമകക്ഷ്യാ പുരീ രമ്യ വൈഡൂര്യമയ തോരണ ഹസ്ത്യശ്വരത സംവാദ തൂര്യനാഥ വിനാദിത സർവകാമഫലൈർവൃക്ഷൈഃ സങ്കുലോദ്യാന ശോഭിതാം. ലങ്കയെ വർണ്ണിക്കുകയാണ്. പാണ്ഡുരേണ വിരാജത പ്രാകാരേണ പരിക്ഷിപ്ത, നല്ല വെളുത്ത വർണ്ണത്തിൽ ശോഭിക്കുന്ന മതിൽ കെട്ടുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതും. രമ്യാപുരി, അതിരമ്യമായ പുരിയാണ് ലങ്കാപുരി. ഹേമ കക്ഷ്യാഹ, സ്വർണമയങ്ങളാകുന്ന മതിലുകള് അല്ലെങ്കിൽ ചുമരുകള് കെട്ടിടങ്ങള് ഉള്ളതാണ്. വൈഡൂര്യമയ തോരണാഹ, വൈഡൂര്യ നിർമ്മിതങ്ങളായ കമാനങ്ങളോട് കൂടിയതാണ്. ഹസ്ത്യശ്വരത സമ്പാദ, ആനകൾ, രഥങ്ങൾ, കുതിരകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. തൂര്യനാഥ വിനാദിത, മംഗളവാദ്യങ്ങൾ എപ്പോഴും ഘോഷിക്കപ്പെടുന്ന സ്ഥലമാണ്. സർവകാമബലൈഹി വൃക്ഷൈഹി സങ്കുല, എല്ലാ കാലങ്ങളിലും വേണ്ടുന്നതായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറഞ്ഞ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഉദ്യാന ശോഭിത, അങ്ങനെയുള്ള ക്രീഡാ ഉദ്യാനങ്ങൾ കൊണ്ടും പരിലസിക്കുന്നതാണ്. തത്രത്വം വസതി സീതേ രാജപുത്രീ മയാ സഹ
ന സ്മരിഷ്യസി നാരീണാം മാനുഷീണാം മനസ്വിനി. ഹേ രാജപുത്രി, അല്ലയോ രാജകുമാരി സീതേ, ത്വം തത്ര മയാ സഹ വസതി, നീ അവിടെ എന്നോടുകൂടി വസിക്കുന്നവളായിട്ട്, മനസ്വിനി, വളരെ സന്തോഷമുള്ള മനസ്സോടുകൂടി ധൈര്യമുള്ളവളായിട്ട്, മാനുഷീണാം നാരീണാം ന സ്മരിഷ്യസി, മനുഷ്യ സ്ത്രീകളെ കുറിച്ച് പിന്നെ ചിന്തിക്കുകയേയില്ല. ഭുഞ്ജാനാമാനുഷാൻ ഭോഗാൻ ദിവ്യാംശ്ച വരവർണിനി ന സ്മരിഷ്യസി രാമസ്യ മാനുഷസ്യ ഗതായുഷഃ. ഹേ വരവർണിനി സുന്ദരി, മാനുഷാൻ ഭോഗാൻ ദിവ്യാഞ്ച ഭുഞ്ജാന ഗതായുഷഃ മാനുഷസ്യ രാമസ്യ ന സ്മരിഷ്യസി. മാനുഷഭോഗങ്ങളും ദിവ്യങ്ങളായ സ്വർഗീയ സുഖങ്ങളും അനുഭവിക്കുന്നവളായിട്ട് നീ ആയുസ് കുറഞ്ഞവനായ അല്പായുസ്സായ മനുഷ്യനായ രാമനെ കുറിച്ച് പിന്നെ നീ സ്മരിക്കുകയില്ല. അപ്പൊ അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് നിറഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ രാമനെയൊന്നും വേണ്ടാതെയാവും. സ്ഥാപയിത്വാ പ്രിയം പുത്രം രാജ്ഞാ ദശരഥേന യഃ മന്ദവീര്യസ്തതോ ജ്യേഷ്ഠഃ സുതപ്രസ്ഥാപിതോ വനം. ദശരഥേന രാജ്ഞാ പ്രിയം പുത്രം സ്ഥാപയിത്വാ, ആ ദശരഥനാകുന്ന രാജാവിനാൽ അദ്ദേഹത്തിന് പ്രിയനായ പുത്രനെ അവിടെ രാജാവാക്കി വാഴിച്ചിട്ട്, ആരാ പ്രിയൻ? ഭരതനെ എന്നർത്ഥം. അപ്പൊ ഭരതനാണ് ദശരഥന് പ്രിയപുത്രൻ അത്രേ. ആ പ്രിയപുത്രനായ ഭരതനെ അവിടെ വാഴിച്ചിട്ട്, യഹ ജ്യേഷ്ഠഃ സുതഃ, ഏതൊരുവനാണോ മൂത്തപുത്രൻ ആ പുത്രനെ തതഃ വനം പ്രസ്ഥാപിതഃ മന്ദവീര്യഃ, അവിടെ നിന്ന് വനത്തിലേക്ക് യാത്രയാക്കിയില്ലേ. എന്തുകൊണ്ട്? ഇവൻ മന്ദവീര്യനായതുകൊണ്ട്, കൊള്ളരുതാത്തവനായതുകൊണ്ട്. തേന കിം ഭ്രഷ്ടരാജ്യേന രാമേണ ഗതചേതസാ കരിഷ്യസി വിശാലാക്ഷി താപസേന തപസ്വിനാം. ആ ഭ്രഷ്ടരാജ്യേന ഗതചേതസാ തപസ്വിനാ താപസേന തേന രാമേണ വിശാലാക്ഷി കിം കരിഷ്യസി. നിനക്ക് ആ ഒന്നുമില്ലാത്ത, അല്ലേ, ഒന്നും കയ്യിലില്ലാത്ത പാപ്പരായ രാമനെ കൊണ്ട് എന്ത് കാര്യം? അതാണ് ഭ്രഷ്ടരാജ്യേന, രാജ്യഭ്രഷ്ടനായവനും, ഗതചേതസ, മനസ്സ് നഷ്ടപ്പെട്ടവനും, തപസ്വിന, തപസ് അനുഷ്ഠിക്കുന്ന താപസനായിരിക്കുന്ന, അപ്പൊ വൈരാഗ്യത്തോടുകൂടി തപസ് അനുഷ്ഠിക്കുന്ന സന്യാസിമാരെ പോലെ ഇരിക്കുന്നവനുമായ, ലൗകിക സുഖങ്ങളിലൊന്നും കൊതിയില്ലാതായി മാറിയ തേന രാമേണ, ആ രാമനെ കൊണ്ട്, അല്ലയോ സുന്ദരിയായ വിശാലാക്ഷിയായ ദേവി, നിനക്ക് എന്ത് കാര്യം? നീ അവനെ മറന്നേക്ക്. യക്ഷരാക്ഷസ ഭർത്താരം കാമാത് സ്വയം ഇഹാഗതം ന മന്മദശരാവിഷ്ടം പ്രത്യാഖ്യാതും ത്വമർഹസി. കാമാത് സ്വയമിഹ മന്മദശരാവിഷ്ടം ആഗതം യക്ഷരാക്ഷസ ഭർത്താരം പ്രത്യാഖ്യാതും ത്വം നാർഹസി. അപ്പൊ ഇവിടെ നിന്നോട് കാമത്തോടുകൂടി, പ്രീതിയോടുകൂടി, സ്വയം ഇഹ, തന്നെത്താൻ തന്നെ നേരിട്ട് ഞാൻ തന്നെ ദൂതന്മാരെ അയക്കുകയല്ല ഉണ്ടായത്, അല്ലേ? വേറെ ചില അസുരന്മാര്, രാക്ഷസന്മാരൊക്കെ ദൂതന്മാരെ അയച്ച കഥയുണ്ട്, അല്ലേ? ദേവീ മാഹാത്മ്യത്തില് ചണ്ഡികാദേവിയെ ഭാര്യയായി വരിക്കാൻ വേണ്ടി ശുംഭൻ എന്ന അസുരൻ സുഗ്രീവൻ എന്ന ദൂതനെയാണ് വിടുന്നത്. താൻ നേരിട്ട് ചെല്ലുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഞാൻ തന്നെ നേരിട്ട് വന്നിരിക്കണു എന്നാണ് രാവണൻ പറയുന്നത്. അപ്പൊ സ്വയം ഇഹ മന്മദശരാവിഷ്ടമാഗതം, അതും വെറുതെ വന്നതല്ല, കാമപീഡിതനായിട്ട്, മന്മദശരം കൊണ്ട് ആക്രമിക്കപ്പെട്ടവനായിട്ട്. അപ്പൊ നിന്നിൽ എനിക്ക് അത്രയും താല്പര്യമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. രാമനോ താപസൻ, വൈരാഗി, നിന്നോട് ഒരു താല്പര്യവും ഇല്ലാത്തവൻ. അപ്പൊ ഒരു താല്പര്യവും ഇല്ലാത്ത രാമന്റെ കൂടെ കഴിയണോ? നിന്നിൽ വളരെ പ്രേമമുള്ളവനായ എന്നോടുകൂടെ കഴിയണോ നീ? അല്ലേ? ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെയുള്ള മോഹിപ്പിക്കുന്ന അഴകിയ രാവണന്മാർ ധാരാളം ഉണ്ട്. അപ്പോ യക്ഷരാക്ഷസ ഭർത്താരം, യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ സ്വാമിയായിട്ടുള്ള ഞാൻ, അങ്ങനെ എന്നോട് ത്വം പ്രത്യാഖ്യാതും നാർഹസി, നീ എന്നെ പ്രത്യാഖ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ എതിർത്ത് പറയുക, തിരസ്കരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യത്തിന് ആവില്ല എന്ന് പറയരുത്, നീ എന്റെ ഭാര്യയായി വരണം. പ്രത്യാഖ്യായ ഹിമാം ഭീരു പരിതാപം ഗമിഷ്യസി ചരണേന അഭിഹത്യേവ
പുത്ര പുരൂരവസം ഉർവശി. ഹേ ഭീരു, ഉർവശി പുരൂരവസം ചരണേനാഭിഹത്യ ഇവ. അല്ലയോ ഭീരുവായിരിക്കുന്നവളെ, മുമ്പ് ഒരു കഥയില് ഉർവശി പുരൂരവസ് എന്ന് പറഞ്ഞവനെ, തന്റെ ഭർത്താവിനെ ചരണേന അഭിഹത്യ ഇവ, കാൽ കൊണ്ട് ചവിട്ടിയിട്ട് നിന്ദിച്ചിട്ടുണ്ട്. അതുപോലെ മാം ഹി പ്രത്യാഖ്യായ, നീ എന്നെ എതിർത്ത് പറഞ്ഞാൽ, അലക്ഷ്യം ചെയ്താൽ, പരിതാപം ഗമിഷ്യസി, നീ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോ മുമ്പ് പുരൂരവസിനെ ഉർവശി ഉപേക്ഷിച്ചിട്ട് ഉർവശിക്ക് ദുഃഖമുണ്ടായിട്ടുണ്ട്, പുരൂരവസിനും ദുഃഖമുണ്ടായിട്ടുണ്ട്. അതുപോലെ നീ എന്നെ ഉപേക്ഷിച്ചാൽ, എന്നെ എതിർത്ത് പറഞ്ഞാൽ നിനക്ക് ദുഃഖമുണ്ടാവും, നീ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. അങ്കുല്യാന സമോ രാമോ മമ യുദ്ധേ സമാനുഷഃ തവ ഭാഗ്യേന സംപ്രാപ്തം ഭജസ്വ വരവർണിനി. ഹേ വരവർണിനി, സഹ മാനുഷഃ രാമഃ യുദ്ധേ മമ അങ്കുല്യാന സമഃ. ആ മനുഷ്യനായ രാമൻ യുദ്ധത്തില് എന്റെ ഒരു വിരലിന് പോരാ. മമ അങ്കുല്യ സമഹന തവ ഭാഗ്യേന സംപ്രാപ്തം മാം ഭജസ്വ. നിന്റെ ഭാഗ്യവിശേഷം കൊണ്ട് നിന്റെ അടുത്ത് വന്നിരിക്കുന്നവനായ എന്നെ നീ സ്വീകരിച്ചു കൊള്ളുക, എന്നെ സേവിക്കുക. ഏവമുക്താ തു വൈദേഹി ക്രുദ്ധാ സംരക്തലോചന അബ്രവീത് പരുഷം വാക്യം രഹിതേ രാക്ഷസാധിപം. രഹിതേ ഏവ മുക്താ വൈദേഹി തു ക്രുദ്ധാഃ. ക്രുദ്ധാം, രഹിതം എന്ന് പറഞ്ഞാൽ ഏകാന്തം, ആരുമില്ലാത്ത സമയത്ത്, രാമനാൽ ലക്ഷ്മണനാലും രഹിതമായിരിക്കുന്ന ആ ഏകാന്ത ദേശത്ത് ഏവമുക്ത വൈദേഹി, ഇപ്രകാരം പറയപ്പെട്ട സീതയാവട്ടെ ക്രുദ്ധ, വളരെ ക്രോധിച്ചവളായി, സംരക്തലോചന, കണ്ണ് ചുവന്നവളായിട്ട് ദേഷ്യം കൊണ്ട്, രാക്ഷസാധിപം പരുഷം വാക്യമബ്രവീത്, ആ രാക്ഷസാധിപനോട് പരുഷമായ വാക്യത്തെ പറഞ്ഞു. കഥം വൈശ്രവണം ദേവം സർവഭൂത നമസ്കൃതം ഭ്രാതരം വ്യപദിശ്യത്വം അശുഭം കർത്തുമിച്ഛസി. സർവഭൂത നമസ്കൃതം ദേവം വൈശ്രവണം ഭ്രാതരം വിപദിശ്യ ത്വം അശുഭം കർത്തും കഥം ഇച്ഛസി. എല്ലാവരാലും നമസ്കരിക്കപ്പെടുന്നവനാണ് ആ കുബേരൻ, വളരെ ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള ഒരാളെ നീ ഏട്ടനെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇതുപോലെ പെരുമാറുന്നത്? അതാണ് ദേവനായ വൈശ്രവണനെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞുകൊണ്ട് വിപദിച്ച് ത്വം അശുഭം കർത്തും കഥമിച്ഛസി, എങ്ങനെ നിനക്ക് അശുഭം ചെയ്യാൻ തോന്നുന്നു? അദ്ദേഹത്തിന് നാണക്കേടല്ലേ അല്ലേ? ജ്യേഷ്ഠൻ കുബേരനാണ്, മാന്യനാണ്, ദേവന്മാരിൽ ഒരാളാണ്, മഹാനാണ്, അഷ്ടദിക്പാലകനാണ്. അങ്ങനെയുള്ള കുബേരന്റെ അനുജനെന്നും പറഞ്ഞിട്ട് നീ ഇമ്മാരി തെമ്മാടിത്തരം കാണിക്കുന്നുവല്ലോ എന്നാണ് താല്പര്യം. അദ്ദേഹത്തിന് നാണക്കേടാണ്. അവശ്യം വിനശിഷ്യന്തി സർവേ രാവണ രാക്ഷസാഃ യേഷാം ത്വം കർക്കശോ രാജാ ദുർബുദ്ധിഃ അജിതേന്ദ്രിയഃ. യേഷാം ത്വം കർക്കശഃ ദുർബുദ്ധിഃ അജിതേന്ദ്രിയഃ രാജാ രാക്ഷസഃ സർവേ അവശ്യം രാവണ വിനശിഷ്യന്തി. യേഷാം, ഏതൊരു രാക്ഷസന്മാർക്കാണോ നീ കർക്കശനായിട്ടുള്ള എന്ന് വെച്ചാൽ പിടിവാശിക്കാരനായിട്ടുള്ള, മുൻപിമ്പ് ആലോചനയില്ലാത്തവനായ, ബുദ്ധിഹീനനായിട്ടുള്ള, ഇന്ദ്രിയ ജയം ഇല്ലാത്തവനായിട്ടുള്ള രാജാവായിരിക്കുന്നത്, ആ രാക്ഷസന്മാർ സർവേ അവശ്യം വിനശിഷ്യന്തി, തീർച്ചയായിട്ടും അവർക്കും നാശം ഭവിക്കും. നിന്നെ പോലൊരാളെ രാജാവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലേ, യഥാ രാജാ തഥാ പ്രജ. അപ്പൊ രാജാവ് കൊള്ളരുതാത്തവനാണെങ്കിൽ തീർച്ചയായിട്ടും പ്രജകൾക്കും ആ നാശം വന്നു ചേരും. അപഹൃത്യ ശചീം ഭാര്യാം ശക്യം ഇന്ദ്രസ്യ ജീവിതം നച രാമസ്യ ഭാര്യാം മാം അപനീയാസ്തി ജീവിതം. ഇന്ദ്രസ്യ ഭാര്യാം ശചീം അപഹൃത്യ ജീവിതം ശക്യം. ഇന്ദ്രന്റെ ഭാര്യയായ ശചി ദേവിയെ അപഹരിച്ചാൽ ഒരു സമയം നീ ജീവിച്ചിരുന്നു എന്ന് വരാം, ജീവിച്ചിരിക്കാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ രാമസ്യ ഭാര്യ മാം അപനീയ,
രാമന്റെ ഭാര്യയായ എന്നെ അപഹരിച്ചാലോ ജീവിതം നാസ്തി, നിനക്ക് ജീവിതം ഇല്ല തന്നെ. അപ്പോ ഇന്ദ്രന്റെ ഭാര്യയെ വേണമെങ്കിൽ നിനക്ക് അപഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരാം, പക്ഷെ രാമന്റെ ഭാര്യയെ നിനക്ക് അതിനുള്ള കഴിവില്ല. രാമന്റെ ഭാര്യയെ അപഹരിച്ചാൽ നീ നശിച്ചിരിക്കും. ജീവേച്ചിരം വജ്രധരസ്യ ഹസ്താത് ശചീം പ്രദൃശ്യ പ്രതിരൂപരൂപാം ന മാതൃശീം രാക്ഷസ ദർശയിത്വാ പീതാമൃതസ്യാപി തവാസ്തി മോക്ഷഃ. അപ്രതിരൂപരൂപാം ശചീം വജ്രധരസ്യ ഹസ്താത് പ്രദൃശ്യ ചിരം ജീവേത്. വീണ്ടും അത് തന്നെയാ പറയണത്. വാസ്തവത്തിൽ അപ്രതിരൂപരൂപാം ശചീം, എതിരില്ലാത്ത രൂപസൗന്ദര്യമുള്ളവളായ ആ ശചീ ദേവി, ഇന്ദ്രന്റെ ഭാര്യ, അവളെ വജ്രധരസ്യ ഹസ്താത് പ്രദൃശ്യ, വജ്രപാണിയായ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് നീ ബലാത്കാരേണ പിടിച്ചെടുത്താലും ചിരം ജീവേത്, ചിലപ്പോൾ വളരെ കാലം ജീവിച്ചിരുന്നു എന്ന് വരാം. ഇന്ദ്രന് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ ഹേ രാക്ഷസ, മാതൃശീം ദർശയിത്വാ, എന്നെ പോലൊരുവളെ നീ അടക്കിയാൽ, അപഹരിച്ചാല് പീതാമൃതസ്യ അപി തവ മോക്ഷഃ നാസ്തി, നീ അഥവാ അമൃതം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിനക്ക് ശിക്ഷയിൽ നിന്ന് മോക്ഷമില്ല, രാമന്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷയില്ല, രാമനാൽ നീ കൊല്ലപ്പെട്ടിരിക്കും. നീ അമൃതം കുടിച്ചിട്ടും കാര്യമില്ല എന്നാ പറയണത്. അപ്പൊ അത്രയ്ക്കും ശക്തനാണ് രാമൻ. രാമനോട് കളിക്കല്ലേ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യാരണ്യകാണ്ഡേ അഷ്ടചത്വാരിംശ സർഗഃ. ഇങ്ങനെ 48-ാം സർഗം പൂർണ്ണം. അത് 51 സർഗഃ, 49-ാം സർഗം. ഇതിലാണ് സീതാ അപഹരണം. സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ സർഗത്തിലാണ്. അത് 51 സർഗഃ. സീതായാ വചനം ശ്രുത്വാ ദശഗ്രീവഃ പ്രതാപവാൻ ഹസ്തേ ഹസ്തം സമാഹത്യ ചകാര സുമഹദ്വജഃ. സീതായാഹ വചനം ശ്രുത്വാ, സീതയുടെ ഇങ്ങനെയുള്ള തന്നെ നിന്ദിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് പ്രതാപവാൻ ദശഗ്രീവഃ, അതിപ്രതാപിയായുള്ള ദശഗ്രീവന് സഹിച്ചില്ല. ആ അമർഷം എങ്ങനെ പ്രകടിപ്പിച്ചു? ഹസ്തേ ഹസ്തം സമാഹത്യ, കൈനെ കൈകൊണ്ട് കൊട്ടിയിട്ട് അടിച്ചിട്ട് എന്നാണ്. ആ ദേഷ്യം പ്രകടിപ്പിക്കലാണ്, അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട്. സുമഹത് വപുഃ ചകാര, തന്റെ ആ ബ്രാഹ്മണ വേഷത്തെ ഉപേക്ഷിച്ച് തന്റെ വലിയൊരു ശരീരത്തെ എടുത്തു. സുമഹത് വപുഃ, വലിയതായിട്ടുള്ള വപുസ്സിനെ ചെയ്തു. സമൈഥിലീം പുനർവാക്യം ബഭാഷേ ച തതോ വൃശം നോന്മത്തയാ ശ്രുതൗ മന്യേ മമ വീര്യപരാക്രമൗ. സഹ തതഃ മൈഥിലീം പുനഃ വാക്യം വൃശം ബഭാഷേ. അവൻ പിന്നെയും മൈഥിലി ദേവിയെ നോക്കി ഇപ്രകാരം വീണ്ടും വാക്യത്തെ പറയുകയാണ്, ഭയങ്കരമായ വാക്യങ്ങളെ പറയുകയാണ്. മമ വീര്യപരാക്രമൗ ഉന്മത്തയാ ന ശ്രുതൗ ച മന്യേ. എന്റെ വീര്യപരാക്രമങ്ങളെ കുറിച്ച് ഉന്മാദം ബാധിച്ചവളായ ഗർവിഷ്ഠയായ നിന്നാൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, എന്നെ കുറിച്ച് ഒട്ടും കേട്ടിട്ടില്ല. നീ കിണറ്റിൽ കിടക്കുന്ന തവളയാണ് എന്നർത്ഥം അല്ലേ? ഉന്മാദം കൊണ്ട് ചിലർക്ക് മറ്റുള്ളവരെ ഒന്നും കാണാൻ കഴിയില്ല. ഇന്ന് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അല്ലെ ചുറ്റും. ഉദ്വഹേയം ഭുജാഭ്യാം തു മേദിനീം അംബരേ സ്ഥിതഃ ആപിബേയം സമുദ്രം ച മൃത്യും ഹന്യാം രണേ സ്ഥിതഃ. അംബരേ സ്ഥിതഃ മേദിനീം ഭുജാഭ്യാം ഉദ്വഹേയം. ഞാൻ ആകാശത്തിൽ നിന്നുകൊണ്ട് 2 കൈകളെ കൊണ്ടും ഭൂമിയെ എടുത്തു പൊക്കും. അപ്പോ ഭൂമിയിൽ നിന്ന് മാറി ആകാശത്ത് നിന്ന് ഭൂമിയെ എടുത്തു പൊക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ സാധിക്കും. അപ്പൊ ആകാശത്തിൽ അല്ലെ, ഭൂമിയിൽ നിന്ന് മാറി നിന്ന് ഭൂമിയെ പൊക്കാൻ കഴിയുന്ന ഒരു ഭാവന ഒന്ന് നോക്കൂ.
ഏത് കാലത്ത്? ഈ രാമായണം രചിക്കപ്പെട്ടത് ചരിത്രകാരന്മാരുടെ ഭാഷയിൽ 7000 വർഷം മുമ്പ് എന്ന് പറയും. നമ്മുടെ ഇതില് ത്രേതായുഗം എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പാണ്. അപ്പൊ ആ ത്രേതായുഗത്തിലെ വാൽമീകി പറയണ ആകാശത്തിലേക്ക് മാറി നിന്ന് ഭൂമിയെ ഞാൻ 2 കൈകൊണ്ടും പൊക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സമുദ്രം ച ആപിപേയം, ഞാൻ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ വറ്റിച്ചും കുടിച്ചു വറ്റിക്കും. രണേ സ്ഥിത മൃത്യും തുഹന്യാം, യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ കാലനായ യമനെ പോലും ഞാൻ കൊല്ലും. അപ്പൊ കാലനാവും. അർക്കം രുന്ദ്യാം ശരൈസ്തീക്ഷ്ണൈ വിഭിദ്യാം ഹിമഹീതലം കാമരൂപിണമുന്മത്തേ പശ്യമാം കാമദം പതിം. അർക്കം തീക്ഷ്ണൈ ശരൈഹി രുന്ധ്യാം, സൂര്യനെ ഞാൻ എന്റെ തീക്ഷ്ണങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് മൂടിക്കളയും. മഹീതലം ഹി വിഭിദ്യാം, ഭൂമിയെ വേണമെങ്കിൽ ഞാൻ പിളർക്കും. ഹേ ഉന്മത്തേ, അഹങ്കാരി ബുദ്ധിഭ്രമമുള്ളവളെ, മാം കാമരൂപിണം കാമദം പതിം പശ്യ, എന്നെ ഇഷ്ടമുള്ള രൂപമെടുക്കുന്നവനും നിന്റെ ഇഷ്ടമുള്ളതിനെ നൽകുന്നവനും, കാമം ദദാതീതി കാമദം, ഇഷ്ടപ്പെട്ടതെല്ലാം നൽകുന്നവനുമായിട്ടുള്ള പതിയായിട്ട്, രക്ഷകനായിട്ട്, നാഥനായിട്ട് എന്നെ കണ്ടാലും. ഏവമുക്തവതസ്തസ്യ രാവണസ്യ ശിഖിപ്രഭേ ക്രുദ്ധസ്യ ഹരിപര്യന്തേ രക്തേ നേത്രേ ബഭൂവതുഃ. ക്രുദ്ധസ്യ ഏവം ഉക്തവതഃ തസ്യ രാവണസ്യ നേത്രേ, കോപാക്രാന്തനായി ഇങ്ങനെ പറയുന്നവനായിട്ടുള്ള രാവണന്റെ 2 കണ്ണുകളും എന്തായി? ഹരിപര്യന്തേ രക്തേ ശിഖിപ്രഭേ ബഭൂവതുഃ. പര്യന്തം ചുറ്റുഭാഗവും മഞ്ഞച്ചും നടുവില് രക്തമായിട്ടുള്ള തുടുതുടുത്തതായിട്ടും അഗ്നിജ്വാല പോലെ ശിഖി പോലെ പ്രകാശിക്കുന്നതുമായി 2 കണ്ണുകളും ബഭൂവതുഹു. ബഭൂവതുഹു എന്നുള്ളത് നേത്രേ, 2 കണ്ണുകളും ഭവിച്ചു. സദ്യ സൗമ്യം പരിത്യജ്യ ഭിക്ഷുരൂപം സരാവണഃ സ്വരൂപം കാലരൂപാഭം ഭേജേ വൈശ്രവണാനുജഃ. സഹ വൈശ്രവണാനുജഃ രാവണഃ, ആ കുബേരന്റെ അനുജനായ രാവണൻ സൗമ്യം ഭിക്ഷുരൂപം സദ്യ പരിത്യജ്യ, തന്റെ ആ സൗമ്യമായിരുന്ന ബ്രാഹ്മണ രൂപത്തെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് കാലരൂപാഭം സ്വരൂപം ഭേജേ, ആ കാലന്റെ രൂപം പോലെ ഇരിക്കുന്ന തന്റെ രൂപത്തെ സ്വീകരിച്ചു. ഭേജേ എന്ന് പറഞ്ഞാൽ ഭജിച്ചു, സ്വീകരിച്ചു. സംരക്തനയന ശ്രീമാൻ തപ്തകാഞ്ചന കുണ്ടലഃ ക്രോധേന മഹദാവിഷ്ടോ നീലജീമൂതസന്നിഭഃ. തപ്തകാഞ്ചന കുണ്ടലഃ, നല്ല തപിക്കുന്ന എന്താ പറയുക, പൊന്നിന്റെ കുണ്ടലങ്ങൾ ധരിച്ചവനും ശ്രീമാനും അഥവാ തേജസ്വിയും നീലജീമൂതസന്നിഭഃ, നല്ല കാർമേഘത്തെ പോലെ കറുകറുന്നുള്ളവനും സംരക്ത നയന, ചുവന്ന കണ്ണുകളോട് കൂടിയവനും മഹദാക്രോധേനാവിഷ്ടഃ, അളവില്ലാത്ത കോപത്തോട് ആവേശിച്ചവനായി തീർന്നു. ദശാസ്യഃ കാർമുകീ ബാണി ബഭൂവ ക്ഷണദാചരഃ, ആ ക്ഷണദാചരൻ അഥവാ രാത്രിഞ്ചരൻ, നിശാചരൻ. ദശാസ്യഃ 10 മുഖമുള്ളവൻ, കാർമുകി ബാണി ബഭൂവ, കാർമുഖം എന്നാൽ വില്ല്, വില്ല് ധരിച്ചവൻ കാർമുകി, ശാർഗം ധരിച്ചവൻ ശാർഗി എന്ന് ഭഗവാനെ പറയും പോലെ കാർമുഖം ധരിച്ചവൻ കാർമുകി, ബാണം ധരിച്ചവൻ ബാണി. അങ്ങനെ കാർമുകൻ വില്ലേന്തിയവനും അമ്പേന്തിയവനുമായി ഭവിച്ചു. സപരിവ്രാജക ഛദ്മ മഹാകായോ വിഹായ തത് പ്രതിപേദേ സ്വകം രൂപം രാവണോ രാക്ഷസാധിപഃ. സഹ മഹാകായഃ രാക്ഷസാധിപഃ രാവണഃ, ആ വലിയ ശരീരമെടുത്തവനായിട്ടുള്ള രാക്ഷസാധിപനായ രാവണൻ തൽ പരിവ്രാജക ഛദ്മ വിഹായ, തന്റെ ആ പരിവ്രാജക വേഷത്തെ, ഛദ്മ എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്തിരിക്കുന്ന വഞ്ചിച്ച രൂപം, അതിനെ ഉപേക്ഷിച്ചിട്ട്, കപട സന്യാസി വേഷത്തെ ഉപേക്ഷിച്ചിട്ട് സ്വകം രൂപം പ്രതിപേദേ, സ്വകീയമായ രൂപത്തെ പ്രാപിച്ചു. സംരക്തനയന ക്രോധാത് ജീമൂത നിജയപ്രഭഃ രക്താംബരധരസ്തസ്ഥൗ സ്ത്രീരത്നം പ്രേക്ഷ്യ മൈഥിലീം. ജീമൂത നിജയപ്രഭഃ, മേഘങ്ങളുടെ സമൂഹം പോലെ കറുത്ത കാന്തിയോടുകൂടിയവനും
രക്താംബരധരഃ ചുവന്ന കണ്ണുകളോട് ചുവന്ന വസ്ത്രം ധരിച്ചവനും ക്രോധാത് സംരക്തനയനഃ കോപം കൊണ്ട് ചുവന്ന കണ്ണുള്ളവനും അങ്ങനെയുള്ള ആ രാവണൻ സ്ത്രീരത്നം മൈഥിലീം പ്രേക്ഷ്യ തസ്ഥൗ ആ സ്ത്രീരത്നമായ മൈഥിലിയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു സ്ഥിതി ചെയ്തു. സീതാം അസിതകേശാന്താം ഭാസ്കരസ്യ പ്രഭാമിവ വസനാഭരണോപേതാം മൈഥിലീം രാവണോ ബ്രവീത്. അസിതകേശാന്താം, അസിതകേശം എന്ന് പറഞ്ഞാൽ കറുത്ത തലമുടി. അപ്പൊ കറുത്ത തലമുടി ഉള്ളവളും അറ്റത്തോടു കൂടിയവളും ഭാസ്കരസ്യ പ്രഭാമിവ വസനാഭരണോപേതാം സൂര്യപ്രഭ പോലെയുള്ള നല്ല വസ്ത്രങ്ങൾ പട്ടുവസ്ത്രം ധരിച്ചവളുമായിരിക്കുന്നവളും ആയിട്ടുള്ള മൈഥിലിയും സീതാം രാവണഃ അബ്രവീത്. ആ മിഥിലാ രാജകുമാരിയായ സീതയോട് രാവണൻ ഇങ്ങനെ പറഞ്ഞു: ത്രിഷു ലോകേഷു വിഖ്യാതം യദി ഭർത്താരമിച്ഛസി മാമാശ്രയ വരാരോഹേ തവാഹം സദൃശപതിഃ. ഹേ വരാരോഹേ സുന്ദരീ, ത്രിഷു ലോകേഷു വിഖ്യാതം ഭർത്താരം ഇച്ഛസി യദി, മൂന്ന് ലോകങ്ങളിലും പ്രശസ്തനായ ഭർത്താവിനെ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മാമാശ്രയ, എന്നെ പ്രാപിക്ക. അഹം തവ സദൃശഃ പതി, ഞാനാണ് നിനക്ക് ഉത്തമനായ സദൃശനായിട്ടുള്ള പതി. മാം ഭജസ്വ ചിരായത്വം അഹം ശ്ലാഘ്യഃ തവ പ്രിയഃ നൈവ ചാഹം ക്വചിത് ഭദ്രേ കരിഷ്യേ തവ വിപ്രിയം. ഹേ ഭദ്രേ മംഗളശീലേ, ത്വം ചിരായ മാം ഭജസ്വ, നീ അധികം താമസിക്കാതെ ഇപ്പോൾ തന്നെ എന്നെ ഭജിച്ചാലും. അഹം തവ ശ്ലാഘ്യഃ പ്രിയഃ, ഞാൻ നിനക്ക് ദുർലഭനായിട്ടുള്ള ശ്ലാഘിക്കത്തക്ക പ്രിയതമനാകുന്നു. അഹം തവ വിപ്രിയം ക്വചിത് നയേവ കരിഷ്യേ, ഞാൻ നിനക്ക് വിപ്രിയമായത് അഥവാ അപ്രിയമായത് ഒരിക്കലും ചെയ്യില്ല. അല്ലെ, എല്ലാ കാമുകന്മാരും പറയുന്നതാണ്, നിനക്ക് വിപ്രിയമായിട്ട് ഞാൻ ഒരിക്കലും പെരുമാറില്ല. ത്യജ്യതാം മാനുഷോ ഭാവോ മയി ഭാവഃ പ്രണീയതാം രാജ്യാച്യുതമസിദ്ധാർത്ഥം രാമം പരിമിതായുഷം കൈർഗുണൈർ അനുരക്താസി മൂഢേ പണ്ഡിതമാനിനി യസ്ത്രിയാ വചനാദ് രാജ്യം വിഹായ സസുഹൃജ്ജനം അസ്മിൻ വ്യാളാനുചരിതേ വനേ വസതി ദുർമതിഃ. മാനുഷഃ ഭാവഃ ത്യജ്യതാം, നിന്റെ ആ മനുഷ്യ സ്വഭാവത്തെ നീ ഉപേക്ഷിച്ചാലും, അല്ലെങ്കിൽ മനുഷ്യന്റെ പേരിലുള്ള നിന്റെ സ്നേഹം ഉപേക്ഷിച്ചാലും, മയി ഭാവഃ പ്രണീയതാം, എന്റെ പേരിൽ നിനക്ക് ഭാവം ഉണ്ടാവട്ടെ, പ്രീതി ഉണ്ടാവട്ടെ. യഹ ദുർമതി സ്ത്രീയാ വചനാത് സസുഹൃജ്ജനം രാജ്യം വിഹായ, ഏതൊരു ദുർമതിയായ രാമനാണോ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട്, കൈകേയിയുടെ വാക്ക് കേട്ടിട്ട് എല്ലാ ബന്ധുക്കളെയും ഉപേക്ഷിച്ച് രാജ്യത്തെയും ഉപേക്ഷിച്ച് അസ്മിൻ വ്യാളാനുചരിതേ വനേ വസതി, ഈ വ്യാളങ്ങളെല്ലാം ചരിക്കുന്ന എന്നുവെച്ചാൽ വലിയ ദുഷ്ടജന്തുക്കൾ പാമ്പുകളെല്ലാം ഉള്ളതായിട്ടുള്ള ഈ വനത്തിൽ വസിക്കുന്നത്. രാജ്യാച്യുതം അസിദ്ധാർത്ഥം, രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടനായവനും ഒരു കാര്യവും സാധിക്കാത്തവനും ഇച്ഛാഭംഗപ്പെട്ടവനുമായിരിക്കുന്ന പരിമിതായുഷം രാമം, അല്പായുസായ രാമനെ, ഹേ പണ്ഡിതമാനിനി മൂഢേ, നീ പണ്ഡിതയെന്ന് വെറുതെ അഭിമാനിക്കണം, വാസ്തവത്തിൽ നീ മൂഢയാണ്. അങ്ങനെയുള്ള നീ കൈഹി ഗുണൈഹി അനുരക്ത അസി, ഏതേത് ഗുണങ്ങളെ കൊണ്ടാണ് രാമനിൽ നീ ഇപ്പോഴും അനുരക്തയായിരിക്കുന്നത്? അവൻ എന്ത് ഗുണമാണുള്ളത്? ഗുണങ്ങളൊക്കെ എനിക്കല്ലേ ഉള്ളൂ അല്ലേ? ഇത്യുക്ത്വാ മൈഥിലീം വാക്യം പ്രിയാർഹാം പ്രിയവാദിനീമഭിഗമ്യ സുദുഷ്ടാത്മാ രാക്ഷസഃ കാലചോദിതഃ ജഗ്രാഹ രാവണ സീതാം ബുധഃ ഖേരോഹിണീമിവ. ബുധഃ സുദുഷ്ടാത്മാ രാക്ഷസഃ, രാവണഃ കാലചോദിതഃ പ്രിയാർഹാം പ്രിയവാദിനീം മൈഥിലീം ഇതി വാക്യമുക്ത്വാ ഖേരോഹിണീം ഇവ സീതാം അഭിഗമ്യ ജഗ്രാഹ. അപ്പോ വലിയ പാണ്ഡിത്യമുള്ളവനും
എന്നാൽ ഇപ്പോൾ ദുഷ്ടസ്വഭാവമുള്ളവനുമായിട്ടുള്ള രാക്ഷസനായ രാവണൻ കാലചോദിതനായിട്ട് അവന്റെ സമയമെടുത്തു. അതുകൊണ്ട് പ്രിയാർഹാം, എല്ലാവരാലും സ്നേഹിക്കാൻ മാത്രം അർഹയായിരിക്കുന്ന പ്രിയവാദിനിയും എല്ലാവർക്കും നന്മ മാത്രം പറയുന്നവളായിട്ടുള്ള മൈഥിലിയോട് ഇതിവാക്യം ഉക്വ, ഇങ്ങനെയുള്ള വാക്യത്തെ പറഞ്ഞ് ഖേ രോഹിണീം ഇവ, ആകാശത്തിലെ രോഹിണി എന്നതിന് മിന്നൽ പിണർ എന്നും അർത്ഥമുണ്ട്, ലൈറ്റ്നിങ്. അപ്പൊ ആകാശത്തിലെ ഇടിമിന്നലിനെ പോലെ ഇരിക്കുന്നവളായ സുന്ദരിയായ ആ സീതാമഭിഗമ്യ ജഗ്രാഹ, സീതയെ സമീപിച്ചുകൊണ്ട് പിടിച്ചു വലിച്ചു ഗ്രഹിച്ചു എന്ന് താല്പര്യം. ഇനി വേറൊരു അർത്ഥത്തില് ബുധഃ രോഹിണീമിവ, ബുധൻ എപ്പോഴോ രോഹിണിയെ അപഹരിച്ചതായിട്ടുള്ള എന്തോ ഒരു കഥയുണ്ട്, അതിനെ സൂചിപ്പിച്ചുകൊണ്ടും രണ്ടർത്ഥത്തിലും ഈ ബുധഃ എന്നുള്ളതിനെ രാവണനെ ബുധൻ എന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ബുധൻ എന്ന ഗ്രഹം രോഹിണി എന്ന നക്ഷത്രത്തെ അപഹരിക്കും പോലെ. അതൊക്കെ പുരാണങ്ങളിലുള്ള കഥകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. വാമേന സീതാ പദ്മാക്ഷി മൂർധജേഷു കരേണ സഹ ഊർവോസ്തു ദക്ഷിണേനൈവ പരിജഗ്രാഹ പാണിനാം. സഹ പദ്മാക്ഷീം സീതാം, അവൻ താമര പോലെയുള്ള കണ്ണുകളുള്ള സീതയെ മൂർധജേഷു വാമേന കരേണ, സീതയുടെ മൂർധജം എന്ന് പറഞ്ഞാൽ തലയിലുള്ള തലമുടി, മൂർധാവിൽ ജനിച്ചത്, ശിരസിൽ ഉണ്ടായത് എന്താണ്? തലമുടി. അപ്പൊ കേശത്തിൽ പിടിച്ചുകൊണ്ട് ഇടത്തെ കരം കൊണ്ടാണ് വാമേന കരേണ. അതുപോലെ ഊർവോഹോതു ദക്ഷിണേന പാണിനായേവ പരിജഗ്രാഹ, അവരുടെ ഒരു തുടയില് അല്ലെങ്കിൽ രണ്ട് തുടകളെയും ചേർത്ത് തന്റെ വലത്തെ കൈകൊണ്ടും പിടിച്ചുയർത്തി പരിഗ്രഹിച്ചു. അപ്പൊ സീതയെ ബലാത്കാരേണ ഇടത് കൈകൊണ്ട് തലമുടിയിലും വലത് കൈകൊണ്ട് തുടകളിലും പിടിച്ചുകൊണ്ട് അവളെ ഉയർത്തി. തം ദൃഷ്ട്വാ ഗിരിശൃംഗാപം തീക്ഷ്ണദംഷ്ട്രം മഹാഭുജം പ്രാദ്രവൻ മൃത്യുസദൃശം ഭയാർത്താവനദേവതാ. അപ്പൊ അവിടെ വനത്തിലുള്ള ദേവതകളെല്ലാം, വനദേവതമാര് ഗിരിശൃംഗാപം തീക്ഷ്ണദംഷ്ട്രം മഹാഭുജം മൃത്യുസദൃശം തം ദൃഷ്ട്വാ, ആ രാവണനെ എങ്ങനെ പർവ്വതശൃംഗം പോലെയുള്ളവനും കൂർത്ത പല്ലുകളോടുകൂടിയവനും വലിയ കൈകളുള്ളവനും കാലനെ പോലെയുള്ളവനുമായുള്ള രാവണനെ കണ്ടിട്ട് ഭയാർത്താഹ, ഭയചകിതരായി വനദേവതകളെല്ലാം പ്രാദ്രവൻ പ്രകർഷേണ ദ്രവിച്ചു എന്ന് വെച്ചാൽ പാഞ്ഞു, അവരെല്ലാം സ്ഥലം വിട്ടു. അല്ലെ, ലക്ഷ്മണൻ വനദേവതമാരെ രക്ഷിക്കാൻ ഹെൽപ്പിച്ചിരുന്നു, പക്ഷെ വനദേവതമാര് പേടിച്ചരണ്ട് ചകിതരായി പോയി. സച മായാമയോ ദിവ്യ ഖരയുക്ത ഖരസ്വന പ്രത്യദൃശ്യത ഹേമാംഗോ രാവണസ്യ മഹാരഥഃ. മായാമയഃ ഖരയുക്തഃ ഖരസ്വനഃ ഹേമാംഗഃ ദിവ്യഃ രാവണസ്യ സഹ മഹാരഥഃ പ്രത്യദൃശ്യത. അപ്പോഴേക്കും രാവണന്റെ ആ രഥം അവിടെ കാണപ്പെട്ടു. എങ്ങനെയുള്ളത്? മായാമയഃ, മായ കൊണ്ട് സൃഷ്ടിച്ചതും, ഖരയുക്തഃ, കോവർ കഴുതകളാണ് അതില് കുതിരകൾക്ക് പകരം കെട്ടിയിരിക്കുന്നത്, ഖരസ്വനഃ, അതികഠിനമായ ശബ്ദമുണ്ടാക്കുന്നതും, ഹേമാംഗഃ, സ്വർണ്ണ നിർമ്മിതവുമായിട്ടുള്ള, ദിവ്യഃ, വളരെ അത്ഭുതമായിട്ടുള്ള, രാവണസ്യ മഹാരഥഃ പ്രത്യദൃശ്യത, രാവണന്റെ മഹാരഥം അവിടെ കാണപ്പെട്ടു.
അപ്പോ മായ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന കഴുതകളെ കെട്ടിയ കഠിന ശബ്ദമുണ്ടാക്കുന്നതായിട്ടുള്ള രാവണന്റെ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള രഥം അവിടെ കാണപ്പെട്ടു. പ്രത്യദൃശ്യത തതസ്താം പരുഷൈർവാക്യൈഃ അഭിതർജ്യ മഹാസ്വനഃ അംഗേനോദ്യമ്യ വൈദേഹീം രഥമാരോപയത്തത്. തഥാ മഹാസ്വനഃ ഭയങ്കര ശബ്ദത്തിൽ ശാസിക്കുന്നവനായിട്ടുള്ള ഗംഭീര ശബ്ദനായ രാവണൻ താം വൈദേഹീം പരുഷൈഹി വാക്യൈഹി അഭിതർജ്യ, ആ വൈദേഹിയെ അതികഠിനങ്ങളായ വാക്കുകളെ കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട്, തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാല് ഭയപ്പെടുത്തുക എന്നർത്ഥമാണ്. അതുകൊണ്ട് ഈ വിരലിന്റെ പേരെന്താണ്? തർജനി എന്നാണ്. ഇതിന്റെ പേര് തർജനി. ദേശിനി എന്നും പേരുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നത് എന്ന്. മുഖ്യ പേരെന്താണ്? തർജനി. എപ്പോഴും എല്ലാരെയും ഭയപ്പെടുത്തുന്ന വിരലാണ്. അപ്പോ എന്താ പറയാ, അഭിതർജനം ചെയ്തു എന്ന് വെച്ചാൽ നല്ലതുപോലെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്കേന ഉദ്യമ്യ തതഃ രഥമാരോപയത്. അവളെ സീതയെ തന്റെ തുട കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് രഥത്തിലേക്ക് എടുത്തു വെച്ചു എന്നാ. അപ്പൊ ഇവിടെ രാവണന് സീതയെ സ്പർശിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർക്ക് ശങ്കയുണ്ടാവാം. ഈ അർത്ഥത്തിൽ സ്പർശിക്കുന്നതല്ല. ബലാത്കാരം ചെയ്ത് കീഴ്പ്പെടുത്തുന്ന ആ കാര്യത്തിൽ ആണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുക. എന്ന് വെച്ചാൽ എന്താ പറയുക, സ്ത്രീകളെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യല്ലേ, ആ സമയത്ത് ഇദ്ദേഹത്തിന് മരണം ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് ശപിച്ചു വെച്ചിട്ടുണ്ട്. ആ ശാപം കൊണ്ട് ഇദ്ദേഹത്തിന് സ്ത്രീകളുടെ സമ്മതം കൂടാതെ അവരെ ഉപയോഗിക്കാൻ പറ്റില്ല, അവരോട് ഭോഗം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ബലാത്കാരം അങ്ങനെ എടുത്തു വന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്നർത്ഥം. ആ കൂട്ടത്തിലൂടെ സീതയെയും തന്റെ രഥത്തിലേക്ക് വലിച്ചു കയറ്റി. സാ ഗൃഹീതാഭിചുക്രോശ രാവണേന യശസ്വിനി രാമേതി സീതാ ദുഃഖാർത്ത രാമം ദൂരഗതം വനേ. ആ യശസ്വിനി സാ സീതാ രാവണേന ഗൃഹീത. ആ കീർത്തിയുള്ളവളായ സീതാദേവി രാവണനാൽ ഗ്രഹിക്കപ്പെട്ടവളായിട്ട് ദുഃഖാർത്ഥ, വളരെ ദുഃഖം കൊണ്ട് പീഡിതയായി, വനേ ദൂരഗതം രാമം രാമായിതി വിചുക്രോശ, വനത്തിൽ ദൂരെ പോയ രാമനെ ഉദ്ദേശിച്ചുകൊണ്ട് രാമാ എന്ന് ആക്രോശിച്ചു, ഉറക്കെ കരഞ്ഞു എന്നർത്ഥം. താം അകാമാം സകാമാർത്തഃ പന്നകേന്ദ്രവധൂമിവ വിവേഷ്ടമാനാം ആദായ ഉത്പപാദാധ രാവണഃ. അത് കാമാർത്തഃ സഹ രാവണഃ, അതികാമാർത്തനായിട്ടുള്ള രാവണൻ പന്നകേന്ദ്രവധൂം ഇവ അകാമാം വിവേഷ്ടമാനാം, അകാമയാണ്, ഒട്ടും ഇവനെ കാമിക്കുന്നില്ല, സ്വാധീനത്തിലല്ല. അങ്ങനെയുള്ള പന്നകേന്ദ്രവധൂമിവ വിവേഷ്ടമാനാം. പന്നകേന്ദ്രവധു എന്ന് പറഞ്ഞാൽ നാഗരാജപത്നി. അപ്പൊ നാഗരാജപത്നിയെ പോലെ വിവേഷ്ടമാന എന്ന് പറഞ്ഞാൽ പുളയുന്നവൾ, പിടയുന്നവൾ എന്നൊക്കെ അർത്ഥമാണ്. പാമ്പ് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പടയുക? അതുപോലെ പടയുണ്ട്, പുളയുണ്ടാര് സീത ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട്. അങ്ങനെയുള്ള താമാദായ ഉൽപപാദ, അവളെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പൊങ്ങി. തതസ്സ രാക്ഷസേന്ദ്രേണ ഹ്രിയമാണാ വിഹായസ ഭൃശം ചുക്രോശമത്തേവ ഭ്രാന്തചിത്തായ ധാതുരാം. തതഃ രാക്ഷസേന്ദ്രേണ വിഹായസ ഹ്രിയമാണാസ. അപ്പോൾ ആ രാക്ഷസേന്ദ്രനാൽ ആകാശത്തിലൂടെ അപഹരിച്ചു കൊണ്ടുപോകപ്പെടുന്നവളായിട്ടുള്ള അവൾ ആതുരായതാ, ഒന്നും ചെയ്യാൻ കഴിയാതെ അവശയായിരുന്നത് കൊണ്ട് ഭ്രാന്തചിത്ത, മനസ്സ് കലങ്ങിയവളായി, മത്തായിവ, ഒരു ഉന്മാദിനിയെ പോലെ, മതം പിടിച്ചവളെ പോലെ, വൃഷം ചുക്രോശ, അതിദൈന്യമായി നിലവിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ആ ലക്ഷ്മണ മഹാബാഹോ ഗുരുചിത്ത പ്രസാദക ഹ്രിയമാണാം ന ജാനീഷേ രക്ഷസാ മാം അമർഷിണാം.
പതേ ലക്ഷ്മണനെ തന്നെ വിളിക്കേണ്ടി വന്നു. ആ ലക്ഷ്മണ, മഹാബാഹോ, വലിയ കൈകളുള്ള ലക്ഷ്മണ, ഇത്രയും കാലം നീയല്ലേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടിരുന്നത്? അങ്ങനെയുള്ള വലിയ കൈകളുള്ള ക്ഷത്രിയോത്തമനായ ലക്ഷ്മണ, ഗുരുചിത്ത പ്രസാദക, മുതിർന്നവരുടെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നവനായി അവർക്ക് അനുസരിച്ച് നടക്കുന്നവനായ ഹേ ലക്ഷ്മണ. ഇപ്പൊ മനസ്സിലായി. അമർഷിണ രക്ഷസാമാം ഹ്രിയമാണം ന ജാനീഷേ. ഈ അമർഷമുള്ളവൻ, കോപിച്ചിരിക്കുന്നവനായ, പകയുള്ളവനായ ഈ രാക്ഷസനാൽ ഞാൻ ഹരിച്ചു കൊണ്ടുപോകപ്പെടുന്നത് നീ അറിയുന്നില്ലേ? ന ജാനീഷേ. ജീവിതം സുഖം അർത്ഥാംശ്ച ധർമ്മഹേതോഃ പരിത്യജൻ ക്രിയമാണാം അധർമ്മേണ മാം രാഘവ ന പശ്യസി. ഹേ രാഘവാലയോ ശ്രീരാമ, സുഖം ജീവിതം അർത്ഥാംശ്ച ധർമ്മഹേതോഃ പരിത്യജൻ, സുഖമാസത്തെയും സുഖജീവിതത്തെയും സ്വത്തുക്കളെയും എല്ലാം ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുന്നവനായ അങ്ങ് മാം അധർമ്മേണ ഹ്രിയമാണം ന പശ്യസി, എന്നെ അധർമ്മത്താൽ ഹരിക്കപ്പെട്ടു കൊണ്ടുപോകുന്നത്, അന്യായമായി പിടിച്ചു കൊണ്ടുപോകുന്നത് നീ കാണുന്നില്ലേ? നനു നാംനാ വിനീതാനാം വിനേദാസി പരന്തപ കഥമേവം വിധം പാപം നത്വം ശാദിഹി രാവണം. ഹേ പരന്തപാലയോ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ രാമ, അവിനീതാനാം വിനേദ അസി, അടക്കമില്ലാത്തവരെയൊക്കെ അടക്കുന്നവനാണങ്ങ്, അപരാധികളെല്ലാം നശിപ്പിക്കുന്നവനാണങ്ങ്. അങ്ങനെയുള്ള ഹി നനു നാമ, എന്നാൽ ഇപ്പോഴാകട്ടെ ഏവം വിധം പാപം രാവണം, ഇങ്ങനെയുള്ള പാപിയായ രാവണനെ കഥം ത്വം നശാധി, എന്തുകൊണ്ട് അങ്ങ് ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല, അവനെ അടക്കുന്നില്ല? എല്ലാവരെയും അല്ലേ, അടക്കമില്ലാത്തവരെയൊക്കെ അടക്കുന്നവനാണല്ലോ. നതു സദ്യോ അവിനീതസ്യ ദൃശ്യതേ കർമ്മണ ഫലം. അവിനീതസ്യ, അടക്കമില്ലാത്ത ദുഷ്ടനായ ഈ രാവണന് കർമ്മണ ബലം സദ്യ ന ദൃശ്യതേ തു, ഇവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഉടനെ കിട്ടുന്നത് കാണുന്നില്ലല്ലോ. കാലോപി അംഗീഭവതി അത്ര സസ്യാനാമിവ ഭക്തയേ, അത്രപി സസ്യാനാം ഭക്തയേ ഇവ കാലഃ അംഗീഭവതി. ഇപ്പോ ഒരു സസ്യം വളർന്ന് പാകമാവാൻ, ഫലമുണ്ടാവാൻ, അതാണ് സസ്യാനാം ഭക്തയേ, സസ്യങ്ങളെല്ലാം പക്വമാവാനായി, ഫലമുണ്ടാവാനായിക്കൊണ്ട് കാലം വേണം. അതുപോലെയാണോ ഇവിടെയും? കാലത്തിന് കാത്തിരിക്കുകയാണോ? അല്ലെ, സസ്യങ്ങളുടെ കാര്യത്തിൽ കാലം വേണം പഴം ഉണ്ടാവണമെങ്കിൽ. എന്നാൽ ഇപ്പോ കാലത്തെ നോക്കി കാലത്തെ അംഗീഭവിക്കുകയാണോ, കാരണമായി തീരുകയാണോ? സകർമ്മ കൃതവാൻ ഏതത് കാലോ ബഹത ചേതനഃ ജീവിതാന്തകരം ഘോരം രാമാത് വ്യസനം ആപ്നുഹി. കാലോ ബഹത ചേതനഃ, കാലത്താൽ അവന്റെ ചൈതന്യം, അവന്റെ ബുദ്ധി നശിക്കപ്പെട്ടിരിക്കുന്നു രാവണന്റെ. അപ്പോ ഏതത് കർമ്മ കൃതവാൻ സഹ, ഈ ക്രൂരകർമ്മത്തെ ചെയ്തവനായിരിക്കുന്നു അവൻ. ജീവിതാന്തകരം ഘോരം വ്യസനം രാമാദാപ്നുഹി, ജീവാവസാനം വരുത്തുന്നതായിട്ടുള്ള ഘോരമായിട്ടുള്ള ദുഃഖം നിനക്ക് ഉണ്ടാവട്ടെ, രാമനിൽ നിന്ന് നീ ദുഃഖം പ്രാപിക്കട്ടെ. ഹന്ത ഇദാനീം സകാമാതു കൈകേയി ബാന്ധവൈ സഹ ക്രിയേയദ്ധർമ്മകാമസ്യ ധർമ്മപത്നി യശസ്വിനഃ. ഇതിനെല്ലാം കാരണക്കാരി കൈകേയിയാണല്ലോ. അപ്പൊ ഇപ്പൊ കൈകേയിയെ ശപിക്കുന്നു. ധർമ്മകാമസ്യ യശസ്വിനഃ ധർമ്മപത്നി, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനായ യശസ്വിയായ രാമന്റെ ധർമ്മപത്നിയായ ഞാൻ ഹ്രിയേ ഇപ്പൊ ഹരിക്കപ്പെടുന്നു. യത് ഇദാനീം തു കൈകേയി ബാന്ധവൈ സഹ സകാമാ. ആ ഒരു കാരണം കൊണ്ട് ഇപ്പോഴാണ് കൈകേയി ദേവി തന്റെ ബന്ധുക്കൾ, തനിക്ക് പ്രിയപ്പെട്ടവരോടും കൂടി സകാമയായി ഭവിച്ചത്. അവളുടെ ഇഷ്ടം സാധിച്ചു. ഹന്ത, വല്ലാത്ത കഷ്ടം തന്നെ ഇത്. ഇപ്പൊ നമ്മുടെയൊക്കെ ദുഃഖം കണ്ടിട്ട് കൈകേയി സന്തോഷിക്കാറായി എന്ന് താല്പര്യം. ആ മന്ത്രയേ ജനസ്ഥാനെ കർണികാരാൻ സുപുഷ്പിതാൻ ക്ഷിപ്രം രാമായ ശംസദ്വം സീതാം ഹരതി രാവണഃ. അവിടെയുള്ള വനങ്ങളോടും മറ്റുമൊക്കെ സീത പറഞ്ഞു കരയുന്നു.
ജനസ്ഥാനെ സുപുഷ്പിതാൻ കർണികാരാൻ ആമന്ത്രയേ. ഈ ജനസ്ഥാനമായ പഞ്ചവടിയില് നല്ലോണം പൂത്തു നിൽക്കുന്നതായിട്ടുള്ള കർണികാര വൃക്ഷങ്ങളോട് ഞാനിതാ അപേക്ഷിക്കുകയാണ്, ആമന്ത്രണം ചെയ്യുകയാണ്. രാവണ സീതാം ഹരതി. രാവണൻ സീതയെ ഹരിക്കുന്നു. ഈ വർത്തമാനം രാമായ ക്ഷിപ്രം ശംസദ്വം. രാമനോട് വേഗം നിങ്ങൾ അറിയിക്കും. അല്ലെ, സ്ഥാവരങ്ങൾക്ക് പോയി പറയാൻ പറ്റുമോ? വൃക്ഷങ്ങൾ എങ്ങനെയാ പോയി അറിയിക്കുക? പക്ഷെ ഇപ്പൊ ഭയം കൊണ്ട് ആകെ ഉന്മത്തയായി പിച്ചും പേയും പറയാൻ തുടങ്ങി എന്നർത്ഥം. ദൈവതാനി ച യാന്യസ്മിൻ വനേ വിവിധ പാദപേ നമസ്കരോമ്യഹം തേഭ്യോ ഭർത്തുഃ ശംസതമാം ഹൃതാം. വിവിധ പാദപേ അസ്മിൻ വനേ ദൈവതാനി യാനി ച. ഈ വനത്തിൽ പല വൃക്ഷങ്ങളുണ്ട്. അവയിലെല്ലാം ഏതെല്ലാം ദേവതകൾ കുടികൊള്ളുന്നുണ്ടോ ആ ദേവതകളോട് തേഭ്യഃ അഹം നമസ്കരോമി. ആ വനദേവതകൾക്കായി കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. മാം ഹൃതാം ഭർത്തുഃ ശംസത. ഞാൻ ഹരിക്കപ്പെട്ടവളായിട്ട് എന്റെ ഭർത്താവിനോട് ചെന്ന് അറിയിച്ചാലും. യാനി കാനിചിറപ്യത്ര സത്വാനി നിവസന്ത്യുത സർവാണി ശരണം യാമി മൃഗപക്ഷിഗണാനപി. യാനി കാനിചിത് സത്വാനി അത്ര നിവസന്തി. ഏതേത് ജീവജാലങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ടോ സർവാണി മൃഗപക്ഷിഗണാനപി ഉത അപി ശരണം യാമി. ആ എല്ലാറ്റിനെയും മൃഗപക്ഷിഗണങ്ങളാണെങ്കിലും എല്ലാവരെയും ഞാൻ ശരണം പ്രാപിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഹ്രിയമാണാം പ്രിയാം ഭർത്തുഃ പ്രാണേഭ്യോ ഭികരീയസി വിവശാപഹൃതാ സീത രാവണേനേതി ശംസത. ഭർത്തുഃ പ്രാണേഭ്യഃ ഭികരീയസി ഹ്രിയമാണാം പ്രിയാം സീതാ വിവശ രാവണേന അപഹൃത ഇതി ശംസത. എല്ലാ ജന്തുക്കളോടും പറയണ ഭർത്താവിന് പ്രാണങ്ങളെക്കാൾ ഗുരുതരമായി അവളും പ്രിയപ്പെട്ടവളും ഹ്രിയമാണാം അപഹരിച്ചു കൊണ്ടുപോകപ്പെടുന്നവളുമായിട്ടുള്ള പ്രിയയായ സീതാ വിവശ രാവണേന അപഹൃത. സീത പരവശിയായി രാവണനാൽ അപഹരിക്കപ്പെട്ടു. ഇതി ശംസത എന്ന് ചെന്ന് നിങ്ങൾ പറയുവിൻ, രാമനോട് ശംസിക്കുവിൻ. വിദിത്വാ മാം മഹാബാഹുഃ അമുത്രാപി മഹാബലഃ ആനേഷ്യതി പരാക്രമ്യ വൈവസ്വതഹൃതാമപി. മഹാബലഃ മഹാബാഹുഃ മാം വൈവസ്വതഹൃതാമപി അമുത്ര അപി വിദിത്വാ പരാക്രമ്യാനേഷ്യതി. എന്റെ ഭർത്താവ് മഹാബലനായിട്ടുള്ള വലിയ കൈകളുള്ളവനായ രാമൻ മാം വൈവസ്വതഹൃതാമപി എന്നെ വൈവസ്വതനാൽ ഹരിക്കപ്പെട്ടു എന്ന് കേട്ടാലും, വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ യമൻ. വിവസ്വാൻ സൂര്യനാണ്. സൂര്യന്റെ പുത്രന്മാരൊക്കെ വൈവസ്വതന്മാരാണ്. അതിലൊരാളാണ് യമൻ. അപ്പൊ യമൻ എന്നെ കൊണ്ടുപോയാൽ, യമലോകത്തിലേക്ക് കൊണ്ടുപോയാലും അമുത്ര അപി, അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്ത് ചെന്നിട്ടാണെങ്കിലും വിദിത്വ അറിഞ്ഞാൽ പരാക്രമ്യാനേഷ്യതി യമനെ കീഴ്പ്പെടുത്തി എന്നെ കൊണ്ടുവരും. അപ്പൊ യമനാണ് എന്നെ തട്ടിക്കൊണ്ടുപോയതെങ്കിലും എന്റെ ഭർത്താവ് ആ പരലോകത്ത് ചെന്ന് യമനെ ജയിച്ചു കൊണ്ടുവരും, മടക്കി കൊണ്ടുവരും. അങ്ങനെയുള്ള പരാക്രമിയാണ്. സാ തദാ കരുണാവാചോ വിലപന്തി സുദുഃഖിത വനസ്പതിഗതം ഗൃദ്രം ദദർശായതലോചന. തദാ സുദുഃഖിത വാചഃ വിലപന്തി. അപ്പോൾ ആ ദുഃഖിതയായി ദയനീയമായ വാക്കുകളോടുകൂടി വിലപിച്ചുകൊണ്ടിരിക്കുന്നവളായ ആയതലോചനാസ, വലിയ കണ്ണുകളുള്ളവളായ ആ ദേവി സീത വനസ്പതിഗതം ഗൃദ്രം ദദർശ. വനസ്പതി വലിയ വൃക്ഷം, വൃക്ഷത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഗൃദ്രത്തെ, വലിയ കഴുകനെ, ജടായുവിനെ ദദർശ കണ്ടു. അപ്പൊ ജടായു രക്ഷിക്കാമെന്ന് പറഞ്ഞ് കാവലിരിക്കുന്ന പക്ഷിയാണ്. ആ ജടായുവിനെ കണ്ടു. സാ തമുദ്വീക്ഷ്യ സുശ്രോണി രാവണസ്യ വശങ്കത സമാക്രന്ദ ഭയപര ശബ്ദോ ബഹതയാ ഗിരാ. രാവണസ്യ വശങ്കത സാ സുശ്രോണി, രാവണന്റെ വശത്തകപ്പെട്ട സുന്ദരി ഭയപര, അതിഭയപരവശയായിട്ട് ശബ്ദോപഹതയാ ഗിരാ, ശബ്ദം തടയപ്പെടുന്ന ഗദ്ഗത കണ്ടയായ വാക്കുകൾ കൊണ്ട് തം ഉദ്വീക്ഷ്യ സമാക്രന്ദത്, അവനെ നോക്കി
നല്ലോണം നിലവിളിച്ച് കരഞ്ഞു. തൊണ്ടയിൽ ശബ്ദം തടഞ്ഞുകൊണ്ടാണ് ഗദ്ഗത കണ്ടയായിക്കൊണ്ട് ആ ഗൃദ്രനെ നോക്കി അഥവാ ജടായുവിനെ നോക്കി കരഞ്ഞു. ജടായോ പശ്യമാമാര്യ ഹ്രിയമാണാം അനാഗവത് അനേന രാക്ഷസേന്ദ്രേണ കരുണം പാപകർമ്മണ. ജടായുവിനെ വിളിക്കണ ജടായോ. ജടായു എന്നുള്ള ശബ്ദത്തിന്റെ സംബോധനയാണ് ഹേ ജടായോ, അല്ലയോ ജടായോ, ആര്യ അങ്ങ് ശ്രേഷ്ഠനാണ്. അനാഥവത് മാം പാപകർമ്മണ അനേന രാക്ഷസേന്ദ്രേണ കരുണം മുറിയമാണാം പശ്യ. ഒരു അനാഥയെ പോലെ ആരും രക്ഷിക്കാനില്ലാത്തവളായിട്ടുള്ള എന്നെ പാപകർമാവായ ഈ രാക്ഷസേന്ദ്രനാൽ നിർദ്ദയമായി ഹരിച്ചു കൊണ്ടുപോകുന്നത് നീ കാണുന്നില്ലേ? നീ കണ്ടാലും നൈഷവാറയിതും ശക്യഃ ത്വയാ ക്രൂരോ നിശാചരഃ സത്വവാൻ ജിതകാശീ ച സായുധശ്ചൈവ ദുർമതിഃ. ജിതകാശീ ഏഷഃ ക്രൂരഃ നിശാചരഃ സത്വവാൻ ദുർമതിഃ. ഇപ്പോ യുദ്ധവീരനെ പോലെ നടിക്കുന്ന ഇവൻ ക്രൂരനായ രാക്ഷസനാണ്. ഇവൻ ധൈര്യത്തോടുകൂടിയവനാണ്, ദുർമതിയാണ്. സായുധഃ ഏവച അവൻ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നുണ്ട്. ത്വയാചവാറയിതും ന ശക്യഃ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവനെ തടയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിനക്കതിനുള്ള ശക്തി ഉണ്ടോന്നറിയില്ല. അപ്പോ ഈ രാക്ഷസനെ തടയാൻ ജടായു നിന്നെ കൊണ്ടാവില്ല എന്ന് വാണിംഗ് കൊടുക്കുകയാണ് സീത. രാമായ തു യഥാതത്വം ജടായോ ഹരണം മമ ലക്ഷ്മണായ ച തത്സർവമാഖ്യാതവ്യം അശേഷതഃ. അപ്പൊ നീ ഒരു ഉപകാരം ചെയ്താൽ മതി. ജടായോ മമ ഹരണം, എന്നെ ഹരിച്ചു കൊണ്ടുപോയത് യഥാതത്വം ഉള്ളതുപോലെ, അശേഷതഃ തത്സർവം രാമായ ലക്ഷ്മണായ ചാഖ്യാതവ്യം മുഴുവനായിട്ടും ആ രാമനോടും ലക്ഷ്മണനോടും വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യ അരണ്യകാണ്ഡേ ഏകോനപഞ്ചാശഃ സർഗഃ. ഇങ്ങനെ 49 സർഗം പൂർണ്ണം. ഇനി ആ ജടായു രാവണനെ തടയുന്ന രംഗങ്ങളാണ്. 2 സർഗങ്ങളിലാണ് ജടായുവും രാവണനുമായിട്ടുള്ള യുദ്ധ വർണ്ണനകളൊക്കെ നമുക്ക് നോക്കാം. അത് 50 സർഗഃ. തം ശബ്ദമവസുപ്തസ്തു ജടായുരവിശുശ്രുവേ നിരൈക്ഷത ച വൈദേഹീം രാവണം ച ദദർശഃ. ജടായു അവസുപ്തഃ അപി. ജടായു ആ സമയത്ത് അല്പം ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തിലായിരുന്നു. എന്നാലും തം ശബ്ദം ശുശ്രുവേ, ഈ ശബ്ദം കേട്ടു. വൈദേഹീം ച നിരൈക്ഷത, വൈദേഹിയെ നിരീക്ഷിച്ചു അഥവാ കണ്ടു. രാവണം ച ദദർശഃ, രാവണനെയും ദർശിച്ചു. തതഃ പർവത കൂടാഭഃ തീക്ഷ്ണതുണ്ടഃ ഖഗോത്തമഃ വനസ്പതിഗത ശ്രീമാൻ വ്യാജഹാര ശുഭാം ഗിരം. പർവത കൂടാഭഃ, വലിയ പർവത ശിഖരം പോലെയുള്ളവൻ, കൊടുമുടി പോലെയുള്ളവൻ. ആരാ? ജടായു. തീക്ഷ്ണതുണ്ടഃ, വലിയ മൂർച്ചയേറിയ കൊമ്പുള്ളവൻ. ശ്രീമാൻ, നല്ല ലക്ഷ്മീ കടാക്ഷമുള്ളവൻ. ഖഗോത്തമഃ, പക്ഷികളിൽ വെച്ച് ശ്രേഷ്ഠൻ. വനസ്പതിഗതഃ, മരത്തിലിരിക്കുന്നവൻ. അങ്ങനെയുള്ള ആ ജടായു തതഃ ശുഭാം ഗിരം വ്യാജഹാര. അപ്പോൾ രാവണനെ നോക്കിക്കൊണ്ട് ശുഭമായ വാക്യത്തെ പറഞ്ഞു, അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദശഗ്രീവ സ്ഥിതോ ധർമ്മേ പുരാണേ സത്യസംശ്രയഃ ജടായുർനാമ നാമ്നോഹം ഗൃദ്രരാജോ മഹാബലഃ. ഹേ ദശഗ്രീവ, അഹം ജടായു നാംനാ മഹാബലഃ. അല്ലയോ ദശഗ്രീവ രാവണ, ഞാൻ ജടായു എന്നു പേരുള്ള അതിശക്തിമാനായിട്ടുള്ള ഗൃദ്രരാജഃ, കഴുകരാജനാണ്. പുരാണേ ധർമ്മേ സ്ഥിതഃ, ഞാൻ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. സത്യസംശ്രയഃ, സത്യത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ്, സത്യനിരതനാണ്. എന്ന് വെച്ചാൽ ഞാൻ രാമന് വാക്കു കൊടുത്തിട്ടുണ്ട്, സത്യം കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാവൽ നിന്നുകൊള്ളാമെന്ന്. അപ്പൊ തന്നെ കുറിച്ച്, തന്റെ സത്യസന്ധതയെ കുറിച്ച് പറയുകയാണ്.
രാജാ സർവസ്യ ലോകസ്യ മഹേന്ദ്രവരുണോപമഃ ലോകാനാം ചഹിതേ യുക്തോ രാമോ ദശരഥാത്മജഃ. ദശരഥാത്മജഃ രാമഃ സർവസ്യ ലോകസ്യ രാജാ. ദശരഥപുത്രനായുള്ള രാമൻ എല്ലാ ലോകങ്ങൾക്കും രാജാവാണ്. മഹേന്ദ്രവരുണോപമഃ ഇന്ദ്രനും വരുണനുമൊക്കെ തുല്യനാണ്. ലോകാനാം ഹിതേച്ഛയുക്തഃ ലോകങ്ങളുടെ എല്ലാം നന്മയിൽ പ്രവർത്തിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. തസ്യ ഐഷാ ലോകനാഥസ്യ ധർമ്മപത്നി യശസ്വിനി സീതാ നാമ വരാരോഹ യാം ത്വം ഹർത്തുമിഹേച്ഛസി. യാം ത്വം ഇഹ ഹർത്തുമിച്ഛസി ഏതൊരുവളെ നീ ഇപ്പൊ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നുവോ. വരാരോഹ സീതാ നാമ യേഷ ഈ സുന്ദരി സീത എന്ന പേരുള്ളവളായ ഇവൾ തസ്യ ലോകനാഥസ്യ യശസ്വിനി ധർമ്മപത്നി ആ ലോകനാഥനായ രാമന്റെ യശസ്വിനിയായ ധർമ്മപത്നിയാകുന്നു. കഥം രാജാസ്ഥിതോ ധർമ്മേ പരദാരാൻ പരാമൃശേത് രക്ഷണീയ വിശേഷേണ രാജധാരാ മഹാബല. ധർമ്മേ സ്ഥിതഃ രാജാ പരദാരാൻ കഥം പരാമൃശേത്. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജാക്കന്മാർ എങ്ങനെ അന്യ ഭാര്യമാരെ പരന്റെ ഭാര്യമാരെ സ്പർശിക്കും. മഹാബല അല്ലയോ ബലശാലിയായിട്ടുള്ളവനെ രാജധാരാഹ വിശേഷേണ രക്ഷണീയാഹ രാജാക്കന്മാരുടെ ഭാര്യമാർ വിശേഷമായിട്ടും രക്ഷിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ള രാജഭാര്യയായിട്ടുള്ളവളെ രാജാവായ നീ അപഹരിക്കുന്നത് ന്യായമല്ല. നിവർത്തയ മതിം നീചാം പരധാരാ വിമർശനാത് നദത് സമാചരേ ധീരോ തത്പരോസ്യ വിഗർഹയേത് യഥാത്മനസ്തദാന്യേഷാം ധാരാ രക്ഷ്യ വിമർശത. പരധാരാ വിമർശനാത് നീചാം മതിം നിവർത്തയ പരധാരത്തെ സ്പർശിക്കുന്ന നിന്റെ നീചമായ ബുദ്ധിയിൽ നിന്ന് നീ പിന്തിരിഞ്ഞാലും അസ്യ യത് പരഃ വിഗർഹയേത് തദ്ധീരഃ ന സമാചരേത് ഏതൊരുവന്റെ ഏതൊരു കർമ്മത്തെ മറ്റുള്ളവർ നിന്ദിക്കുമോ അങ്ങനെയുള്ള കർമ്മങ്ങൾ ധീരന്മാരായിട്ടുള്ളവർ ചെയ്യരുത് എന്ന് വെച്ചാൽ നിന്ദ്യങ്ങളായ പരന്മാരാൽ നിന്ദിക്കപ്പെടുന്ന കർമ്മങ്ങൾ ധീരന്മാർ ചെയ്തുകൂടാ. വിമർശത ആത്മനഃ യഥാ അന്യേഷാം ധാരാഹ തഥാ രക്ഷ്യാഹ സ്വയം ചിന്തിക്കുന്നവരായുള്ള ആളുകൾ അവരവരുടെ ഭാര്യമാരെ രക്ഷിക്കാറില്ലേ, അതുപോലെ പരന്മാരുടെ ഭാര്യമാരെയും രക്ഷിക്കേണ്ടതാണ്. അപ്പൊ ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, വിചാരം ചെയ്യുന്നവർ തന്റെ ഭാര്യയെ എങ്ങനെ രക്ഷിക്കും അതുപോലെ മറ്റുള്ളവരുടെ ഭാര്യമാരെയും കരുതണം. അർത്ഥം വാ യദി വാ കാമം ശിഷ്ടാഃ ശാസ്ത്രേഷ്വനാഗതം വ്യവസ്യന്ത്യനുരാജാനം ധർമ്മം പൗലസ്ത്യനന്ദനാം. അല്ലയോ പൗലസ്ത്യനന്ദനാം, പുലസ്ത്യന്റെ പുത്രനായ പൗലസ്ത്യൻ വിശ്രവസിന്റെ പുത്രനായ ഹേ രാവണ, ശിഷ്ടാഃ അനുരാജാനാം ശാസ്ത്രേഷു അനാഗതം ധർമ്മം വാ അർത്ഥം വാ കാമം യദി വ്യവസ്യന്തി. അനുരാജാനം എന്ന് പറഞ്ഞാൽ രാജാനം ഒരു രാജാവിനെ അനുസരിച്ചാണ് ശാസ്ത്രങ്ങളിൽ നിന്ന് അനാഗതം ധർമ്മം വാ അറിയപ്പെടാതിരിക്കുന്ന ധർമ്മങ്ങൾ, അർത്ഥം വാ അർത്ഥത്തെയും കാമം യദി വ്യവസ്യന്തി കാമത്തെയും നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പ്രജകൾക്ക് എല്ലാ കാര്യത്തിലും ബോധമൊന്നും ഉണ്ടാവില്ല. എന്താണ് ധർമ്മം, എങ്ങനെയാണ് അർത്ഥം സമ്പാദിക്കേണ്ടത്, ഏതൊക്കെ കാമങ്ങൾ ഏതൊരുവന് ഭുജിക്കാം, ഇങ്ങനെ ധർമ്മ അർത്ഥ കാമ വിഷയങ്ങളെ കുറിച്ച് സാധാരണ പ്രാകൃത ജനങ്ങൾക്കൊന്നും ഒരു വിവരം ഉണ്ടാവില്ല. അവരെന്താ ചെയ്യാ, അവര് ശ്രേഷ്ഠന്മാരാചരിക്കുന്നതിനെ കണ്ട് അനുകരിക്കും അല്ലെ. അപ്പൊ രാജാവ് തന്നെ അങ്ങനെ ആയാലോ, രാജാവ് തന്നെ ധർമാർത്ഥ കാമങ്ങളിൽ വ്യവസ്ഥയില്ലാത്തവനായാലോ, പ്രജകളും അതുപോലെ. അപ്പൊ എന്തായി, യഥാ രാജാ തഥാ പ്രജാ. അപ്പൊ രാജാവായ നീ തന്നെ ഈ കൊള്ളരുതായ്മ ചെയ്താൽ നിന്റെ പ്രജകൾ എങ്ങനെ ഇരിക്കും? നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ. നമ്മുടെ ജനങ്ങൾക്കുണ്ടോ വല്ല വിവരവും? ആരെങ്കിലും എന്തെങ്കിലും ധർമ്മത്തെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും അവർക്ക് പഠിപ്പിക്കാനുണ്ടോ?
പഠിപ്പിക്കുന്ന വല്ല വ്യവസ്ഥയുമുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദുക്കള് ജന്തുക്കളായി ഇങ്ങനെ ആടുമാടുകളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇത് നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. നിങ്ങളൊക്കെ എത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് എത്ര കേട്ടാലും നിങ്ങൾക്ക് തൃപ്തി വരാതെ അവിടെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഹിന്ദു സമൂഹം ബഹുഭൂരിപക്ഷവും അജ്ഞരാണ്, ഒരു കാര്യവും അറിയില്ല. എന്നാൽ കുറെ പേര് സർവജ്ഞന്മാരെ പോലെ ഭാവിക്കുകയും ചെയ്യും, എല്ലാം അറിയുന്നവരാണ് എന്നുള്ള ഭാവമുണ്ട് കുറെ പേർക്ക്. കുറെ പേർക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ല, അങ്ങനെയുള്ളവരാണ്. ഇതൊക്കെ പഴഞ്ചനാണ് അല്ലേ, ഒന്നിനും കൊള്ളാത്തതാണ്. ഈ രാമായണവും ഈ ഭാരതവും ഈ ഭാഗവതവും ഈ വേദങ്ങളും എല്ലാം ഏതോ എന്താ പറയാ കോക്കൻ ബുൾ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പൊട്ട കഥകളാണെന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, പ്രാകൃത ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് പഠിക്കാനും കേൾക്കാനും ഒക്കെ 100 കാര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് അവർക്കിതിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഇനി അഥവാ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തിരക്കി തൊഴുന്ന ആളുകൾ വല്ലതും കേൾക്കുമോ? ഭക്തിയൊക്കെ ഉണ്ട്, ക്ഷേത്രത്തിലൊക്കെ പോകും, വഴിപാടുകളൊക്കെ ചെയ്യും അല്ലേ. ആ ഗുരുവായൂരിലൊക്കെ പോയാ എന്താ ഒരു തിരക്ക്, ഒരു ദിവസം കൊണ്ട് ഭഗവാനെ കണ്ടിട്ട് വരാൻ പറ്റുമോ? അതുപോലെയാണ് ക്യൂ. എന്നാൽ ആ ക്യൂവിൽ നിൽക്കുന്ന ആർക്കൊക്കെ എത്ര പേർക്കൊക്കെ എന്തൊക്കെ വിവരമുണ്ടെന്ന് ചോദിച്ചാലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറ്റ്ലീസ്റ്റ് വിഷ്ണു സഹസ്രനാമം അറിയാം? അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട നാരായണീയത്തിലെ ഒരു 10 ശ്ലോകമെങ്കിലും നിങ്ങൾക്ക് അറിയോ? ജ്ഞാനപ്പാനെ അറിയോ മലയാളത്തിലുള്ളത്? അല്ലെങ്കിൽ അവിടെ ദിവസവും വെക്കുന്ന ഹരിനാമ കീർത്തനത്തിലെ 4 വരിയെങ്കിലും അറിയോ? ഭഗവത്ഗീതയിലെ 2 ശ്ലോകമെങ്കിലും അറിയോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാരും പോണു, ഞങ്ങളും പോണു അല്ലേ. ഗോക്കളെ പോലെ മുമ്പേ ഗമിക്കുന്ന ഗോപുരന്റെ മുമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഗുരുവായൂരിൽ പോകുന്നത് കേമാണ് എന്ന് എല്ലാരും പറയണു, അതുകൊണ്ട് പോണു. അവിടെ പോയി 4 സെൽഫിയൊക്കെ എടുത്തിട്ട് വന്നാൽ കേമായി അല്ലേ. പോകുന്നതേ അതിനു വേണ്ടിയിട്ടാണ്, അവിടെ ചെന്ന് സെൽഫി എടുക്കുക. ഭാഗ്യം ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഉള്ളിലേക്ക് ഈ മൊബൈലൊന്നും കടത്തി വിടാത്തത്, ഇല്ലെങ്കിൽ അതിന്റെ അകത്ത് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, എല്ലാവരും സെൽഫി എടുത്തോണ്ട്. അതൊരു ഭാഗ്യം തന്നെ, അതിന് മാറ്റം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോ മറ്റേ കൊടിമരത്തിന്റെ അവിടെയും പറ്റില്ല ഉണ്ട് അല്ല, മറ്റേ ദീപസ്തംഭത്തിന്റെ അടുത്തും ആ വേലി കെട്ടിയെടുത്തൊന്നും പറ്റില്ല തോന്നുന്നുണ്ട്, ദൂരേക്ക് നിൽക്കണം. എന്തായാലും കുറെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ ഹിന്ദുധർമ്മം എന്താണ്, എന്തൊക്കെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്, എത്ര ഉദാത്തമായിട്ടുള്ള ധർമ്മമാണിത്, ഇതനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാകും, ഈ ചിന്തയൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോ രാജാവാണ് ശാസ്ത്രത്തെ അനുഗമിക്കാത്ത അനാഗതരായിരിക്കുന്ന, ശാസ്ത്രം ഗ്രഹിക്കാത്തതായിട്ടുള്ള സാധാരണക്കാർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടത്. യദ്യദാദ്യരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തത്തെ. രാജാ ധർമ്മശ്ച കാമശ്ച ദ്രവ്യാണാം ചോത്തമോ നിധി ധർമ്മഃ ശുഭം വാ പാപം വാ രാജമൂലം പ്രവർത്തത്തെ. രാജാ ച ധർമ്മഃ കാമഃ. രാജാവ് തന്നെയാണ് പ്രജകൾക്ക് ധർമ്മമൂർത്തി, രാജാവ് തന്നെയാണ് കാമസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ആ കാമങ്ങളെല്ലാം എങ്ങനെ സാധിക്കണം എന്നുള്ളതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നവൻ. ദ്രവ്യാണാം ഉത്തമഃ നിധി. എല്ലാ അർത്ഥങ്ങൾക്കും ശ്രേഷ്ഠമായ നിധി രാജാവാകുന്നു. ധർമ്മഃ ശുഭം വാ പാപം വാ. ആ ധർമ്മം പുണ്യവും പാപവും രാജമൂലം പ്രവർത്തത്തെ. രാജാവിന്റെ മൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജാവ് എന്തെല്ലാം വാല്യൂസ് ഉള്ളവരാണോ പ്രജകളും ആ വാല്യൂസ് ഉള്ളവനായിരിക്കും. പാപസ്വഭാവശ്ച ഫലഃ കഥം ത്വം രക്ഷസാം വര ഐശ്വര്യമപി സംപ്രാപ്തോ വിമാനമിവ ദുഷ്കൃതിഃ. രക്ഷസാം വര രാക്ഷസോത്തമ ചപലഃ പാപസ്വഭാവഃ ത്വം ദുഷ്കൃതി. ആ ചപലനായി എന്തു തോന്നിയവാസവും പ്രവർത്തിക്കുന്ന ദുഷ്ടസ്വഭാവിയായ പാപിയായ നീ വിമാനം ഇവ ഐശ്വര്യം കഥം അഭിസംപ്രാപ്തഃ.
സ്വർഗത്തിലേക്കുള്ള വിമാനത്തെ പ്രാപിക്കണമെങ്കിൽ നല്ല പുണ്യശാലിയായിരിക്കണം. അങ്ങനെയുള്ള നീ എങ്ങനെ ഇത്രയും വലിയ ഐശ്വര്യത്തെയൊക്കെ പ്രാപിച്ചു? നീ പാപിയാണല്ലോ. പാപിയും ദുഷ്ടനുമായിട്ട് നിനക്ക് ഇത്രയും ഐശ്വര്യം എങ്ങനെ വന്നു ചേർന്നു? വരാൻ വഴിയില്ലല്ലോ. കാമം സ്വഭാവോയോ യസ്യ ന ശക്യഃ പരിമാർജിതും നഹി ദുഷ്ടാത്മനാം ആര്യം ആവസത്യാലയേ ചിരം. യസ്യ യഃ സ്വഭാവഃ പരിമാർജിതും കാമം ന ശക്യഃ. ഏതൊരുവന്റെ എന്താണോ സ്വഭാവം, പ്രകൃതി സ്വഭാവം, അതിനെ പരിമാർജിതും അതിനെ മാറ്റിക്കളയുവാൻ കാമം ന ശക്യഃ, എത്ര പ്രവർത്തിച്ചാലും അത് സാധ്യമല്ല. നായിന്റെ വാല് പോലെയാണ് പലരുടെയും സ്വഭാവം, അല്ലേ? അത് മാറ്റാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള ദുഷ്ടസ്വഭാവമുള്ള ആളുകളെയൊക്കെ ലോകത്തില് അഴിച്ചുവിട്ടാൽ ലോകത്തിന്റെ ഗതി എന്താവും? അങ്ങനെയുള്ളവരെയൊക്കെ സ്ഥിരമായിട്ട് ചങ്ങലക്കിടേണ്ടതാണ്. ഹി ദുഷ്ടാത്മനാം ആലയേ ആര്യം ചിരം നാവസതി. അതുകൊണ്ട് തന്നെയാണ് ദുഷ്ടാത്മാക്കൾ, പാപികളുടെ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ ആലയത്തിൽ ഭാഗ്യം ആര്യം ചിരം നാവസതി. ആര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ അവസ്ഥ, ഐശ്വര്യം, ഭാഗ്യം, എല്ലാ നന്മകളും ചിരകാലം വസിക്കില്ല അവന്റെ സ്വഭാവം കൊണ്ട്. വിഷയേവാ പുരേവാ തേ യതി രാമോ മഹാബലഃ നാപരാധ്യതി ധർമാത്മാ കഥം തസ്യാപരാധ്യസി. മഹാബലഃ ധർമാത്മാ രാമഃ തേ വിഷയേവാ പുരേവാ ന അപരാധ്യതി. മഹാബലനും ധർമാത്മാവുമായിട്ടുള്ള രാമൻ നിന്റെ വിഷയത്തിലോ അഥവാ നിന്റെ രാജ്യത്തിലോ നിന്റെ പുരത്തിലോ നഗരത്തിലോ നിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ന അപരാധ്യതി, ഒരു അപരാധവും ചെയ്യുന്നില്ലല്ലോ. നിന്നോട് ഒരു അതിക്രമവും രാമൻ കാണിച്ചിട്ടില്ലല്ലോ. യദി കഥം, അത് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് തസ്യ അപരാധ്യസി, നീ അവന് അപരാധത്തെ ചെയ്യുന്നതെന്തേ? യദി ശൂർപ്പണഖാഹേതോ ജനസ്ഥാനഗതഃ ഖരഃ അതിവൃത്തോ ഹതഃ പൂർവം രാമേണാക്ലിഷ്ടകർമ്മണ. ശൂർപ്പണഖാഹേതോ ജനസ്ഥാനഗതഃ ഖരഃ പൂർവം അതിവൃത്തഃ യദി അക്ലിഷ്ടകർമ്മണ രാമേണ ഹതഃ. ആ ശൂർപ്പണഖ കാരണമായിട്ട് ജനസ്ഥാനത്തിരുന്നവനായിട്ടുള്ള ഖരൻ, അവനാണ് ആദ്യം പൂർവം അതിവൃത്തഃ, മുമ്പേ വന്ന് അതിക്രമം കാണിച്ചത് ഖരനാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് അക്ലിഷ്ടകർമ്മണ രാമേണ ഹതഃ. ഏത് കാര്യവും ഇഷ്ടം പോലെ ലാഘവത്തോടെ ചെയ്യുന്നവനായ സദ്വൃത്തനായ രാമനാൽ കൊല്ലപ്പെട്ടത്. അപ്പൊ ഖരനെ കൊന്ന കാര്യത്തിലും രാമന്റെ ഭാഗത്തല്ല കുറ്റം, അത് ഖരനാണ് അതിക്രമം ചെയ്തത്. അത്ര ബ്രൂഹി യഥാതത്വം കോ രാമസ്യ വ്യതിക്രമഃ യസ്യത്വം ലോകനാഥസ്യ ഹൃത്വാ ഭാര്യാം ഗമിഷ്യസി. അത്ര ഈ വിഷയത്തില് യഥാതത്വം ബ്രൂഹി, വാസ്തവത്തെ നീ പറയ, ഉള്ളതുപോലെ പറയ. യസ്യ ലോകനാഥസ്യ ഭാര്യാം ത്വം ഹൃത്വാ ഗമിഷ്യസി. ഏതൊരു ലോകനാഥനായ രാമന്റെ ഭാര്യയെ ഹരിച്ചുകൊണ്ട് നീ പോകുന്നുവോ, രാമസ്യ വ്യതിക്രമഃ കഃ, അങ്ങനെയുള്ള രാമൻ നിന്നോട് എന്ത് വ്യതിക്രമം അഥവാ അതിക്രമമാണ് ചെയ്തത്? ക്ഷിപ്രം വിസൃജ വൈദേഹീം മാത്വാ ഘോരേണ ചക്ഷുഷാ ദഹേ ദഹനകൽപേന വൃത്രം ഇന്ദ്രാശനിർയദാ. ഇതെല്ലാം ജടായുവിന്റെ വാക്കുകളാണ്, ഓർമ്മ വയ്ക്കുക. ജടായു ഒരു മധ്യസ്ഥനെ പോലെ ധർമാത്മാവായി പറയുകയാണ്. വൈദേഹിയും ക്ഷിപ്രം വിസൃജ, വൈദേഹിയെ നീ വേഗത്തിൽ ഉപേക്ഷിച്ചാലും, വൃത്രം ഇന്ദ്രാശനി യഥാ ദഹനകൽപേന ഘോരേണ ചക്ഷുഷാ ത്വാമാദഹേത. വൃത്രാസുരനെ ഇന്ദ്രന്റെ വജ്രായുധം എങ്ങനെ നശിപ്പിച്ചുവോ അതുപോലെ അഗ്നിതുല്യനായ തീക്ഷ്ണമായ നോട്ടം കൊണ്ട് തന്നെ നിന്നെ അദ്ദേഹം ദഹിപ്പിക്കും. ആ രാമന്റെ നോട്ടത്തിന്റെ മുമ്പിൽ തന്നെ നിനക്ക് നിൽക്കാനാവില്ല. സർപ്പം ആശീവിഷം ബദ്ധ്വാ വസ്ത്രാന്തേ നാവബുദ്ധ്യസേ ഗ്രീവായാം പ്രതിസക്തം ച കാലപാശം ന പശ്യസി. ആശീവിഷം സർപ്പം വസ്ത്രാന്തേ ബദ്ധ്വാ നാവബുദ്ധ്യസേ. എവിടെയെങ്കിലും ഇരിക്കുന്ന അതിവിഷമുള്ളതായിട്ടുള്ള പാമ്പിനെ ആരെങ്കിലും മടിക്കുത്തിലേക്ക് എടുത്തു വെക്കുമോ? നീ അതുപോലെയുള്ള അബദ്ധമാണ് ചെയ്തിരിക്കുന്നത്. നീ കാണുന്നില്ല നിന്റെ ആപത്ത്, അല്ലേ? പാമ്പിനെ മടിക്കുത്തിൽ തുണിയിലൊക്കെ എടുത്ത് കെട്ടിവെച്ചാല് പണി അറിയും.
കാലപാശം ഗ്രീവായാം പ്രതിസക്തം ച ന പശ്യസി. ആ യമന്റെ കയറ് നിന്റെ കഴുത്തിൽ വന്ന് വീണിരിക്കുന്നതും നീ കാണുന്നില്ല. നിന്റെ മരണമെടുത്തത് നീ അറിയുന്നില്ല. സൗമ്യ ഭക്തവ്യോ യോ നരം നാവസാദയേത് തദന്നമപി ഭോക്തവ്യം ധീര്യത്തെ യദനാമയം. ഹേ സൗമ്യ, രാവണനെ നല്ല വാക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഹേ സൗമ്യനായ രാവണ, യോ ഭാരഹ നരം അവസാദയേത്, എപ്രകാരമുള്ള ഭാരം ഒരു പുരുഷനെ തളർത്താതിരിക്കുന്നുവോ സഹഭർത്തവ്യ, അത് വഹിക്കാവുന്നതാണ്. വെച്ചാലോ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. തനിക്ക് ചുമക്കാൻ പറ്റാത്ത ചുമടെടുത്താൽ നാശമുണ്ടാകും. തദന്നം അനാമയം ജീര്യതേ തദഭിഭോക്തവ്യം. എപ്രകാരമുള്ള അന്നം അഥവാ ആഹാരമാണോ അനാമയം, നമുക്ക് രോഗമുണ്ടാക്കാതിരിക്കുന്നത്, ജീര്യത്തെ നല്ലോണം ജീർണമാകുന്നത്, ദഹിക്കുന്നത്, തദഭിഭോക്തവ്യം, അങ്ങനെയുള്ള ഭക്ഷണമേ ഭുജിക്കാവൂ. അപ്പൊ നമുക്ക് ദഹിക്കാത്ത അന്നം നമ്മള് ഭുജിക്കാൻ പാടില്ല. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. യത്കൃത്വാ ന ഭവേത് ധർമ്മോ ന കീർത്തിർ ന യശോർഭുവി ശരീരസ്യ ഭവേത് ഖേദഃ കസ്തത് കർമ്മ സമാചരേത്. ഭുവി യത്കൃത്വാ ധർമ്മഃ ന ഭവേത് കീർത്തിഃ ന യശഃ ന ശരീരസ്യ ഖേദഃ ഭവേത് തത് കർമ്മ കഃ സമാചരേത്. അപ്പൊ ഏത് കർമ്മം ചെയ്താൽ നമുക്ക് ദോഷങ്ങൾ പല രീതിയിൽ ഉണ്ടാകുമോ ആ കർമ്മത്തെ ഒരാൾ ചെയ്യരുത് എന്ന് പറയാ. എന്താണ് ഈ ഭൂമിയില് യത്കൃത്വാ ധർമ്മഃ ന ഭവേത്, ഏതൊരു കർമ്മം ചെയ്താൽ ധർമ്മം ഉണ്ടാകില്ലയോ, ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമോ, കീർത്തിഹീന യശസ്സുണ്ടാകില്ലയോ, അകീർത്തി ഉണ്ടാകുമോ, അതുപോലെ പെരുമയുണ്ടാകില്ലയോ, ശരീരസ്യ ഖേദഃ ഭവേത്, ദേഹത്തിന് വിഷമമുണ്ടാകുമോ, തത്കർമ്മ കഹ സമാചരേത്, അങ്ങനെയുള്ള അവനവന് തന്നെ ഹാനികരമായിട്ടുള്ള കർമ്മങ്ങളെ ആര് ചെയ്യും? നിന്നെ പോലെ നിനക്കിപ്പോ അബദ്ധം പറ്റിയിരിക്കുകയാണ്, അധികം വൈകിട്ടില്ല, വേഗം ഉപേക്ഷിച്ചോളൂ. ഷഷ്ടിർ വർഷസഹസ്രാണി മമ ജാതസ്യ രാവണ പിതൃപൈതാമഹം രാജ്യം യഥാവത് അനുതിഷ്ഠതഃ. ഹേ രാവണ, പിതൃപൈതാമഹം രാജ്യം യഥാവത് അനുതിഷ്ഠതഃ മമ ജാതസ്യ ഷഷ്ടിവർഷസഹസ്രാണി. ഹേ രാവണ, പിതൃപൈതാമഹം രാജ്യം യഥാവത് അനുതിഷ്ഠതഃ, പിതൃപൈതാമഹമായ പൂർവീകമായിരിക്കുന്ന രാജ്യത്തെ വേണ്ട പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മമ ജാതസ്യ, ഞാൻ ജനിച്ചിട്ട് ഷഷ്ടിവർഷസഹസ്രാണി 60 സഹസ്രം വർഷങ്ങളായി. എന്നുവെച്ചാലോ ജടായുവിന്റെ വയസ്സ് 60,000 അതുകൊണ്ട് ഹേ രാവണ, നിന്നേക്കാളുമൊക്കെ എത്രയോ വൃദ്ധനാണ് ഞാൻ, സീനിയറാണ് ഞാൻ, ഗുരുതുല്യനാണ് ഞാൻ. അതുകൊണ്ട് നിന്നോട് പറയുന്ന നന്മയെ നീ കേൾക്കൂ. വൃദ്ധോഹം ത്വം യുവാ ധന്വി സുരദഃ കവചീ ശരി സരദഃ കവചീ ശരീ തദാപ്യാദായ വൈദേഹീം കുശലീന ഗമിഷ്യസി. അഹം വൃദ്ധഃ, ഇനി ഞാൻ വൃദ്ധനാണ് എന്ന് വെച്ചാൽ എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവാം, എന്നാലും നീ യുവാവ് തന്നെയാണ്, സമ്മതിച്ചു, ആരോഗ്യവാനാണ്. ധന്വി, നിന്റെ കയ്യിൽ വില്ലുണ്ട്. സരദഃ, നിനക്ക് രഥമുണ്ട്. കവചി, നീ കവചം ധരിച്ചിട്ടുണ്ട്. ശരി, നിന്റെ കയ്യിൽ ശരമുണ്ട്. ശരി എന്ന് പറഞ്ഞാൽ ശരമുള്ളവൻ ശരി അല്ല, മലയാളത്തിന് ശരിയല്ല. ശരം അസ്യ വിദ്യതേതി ശരി. തഥാപി, എന്നാലും നീ ഇത്രയൊക്കെ എക്യുപ്ഡാണ്, നീ യുവാവാണ്, ഞാൻ വൃദ്ധനാണ്, അതൊക്കെ ഇരിക്കട്ടെ, എന്നാലും വൈദേഹീമാദായ കുശലീന ഗമിഷ്യസി, വൈദേഹിയും കൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവില്ല. അതാണ് കുശലീന ഗമിഷ്യസി, നീ കേടുതട്ടാതെ സുഖമായിട്ട് ഇവിടുന്ന് പോകാന്ന് കരുതണ്ട. ഞാൻ വൃദ്ധനായിക്കോട്ടെ, 60,000 വയസ്സായിക്കോട്ടെ, പക്ഷേ നടക്കില്ല. നശക്തസ്ത്വം ബലാധർത്തും വൈദേഹീം മമ പശ്യതഃ ഹേതുഭിർ ന്യായ സംയുക്തൈഃ ധ്രുവാം വേദശ്രുതീമിവ.
അപ്പൊ വൈദേഹി മമ പശ്യതഃ ബലാദ് ഹർത്തും ത്വം ന ശക്തഃ. ആ വൈദേഹിയെ ഞാൻ നോക്കി നിൽക്കെ എന്റെ കണ്ണിന് മുമ്പിൽ വെച്ച് നീ ബലാത്കാരമായി ഹരിച്ചു കൊണ്ടുപോകാൻ നിനക്ക് ശക്തി പോരാ, നീ ശക്തനാകുകയില്ല. ത്വം ന ശക്തഃ. ഏതുപോലെ ന്യായ സംയുക്തൈഹി ഹേതുഭിഹി ധ്രുവാം വേദശ്രുതിം ഇവ. അപ്പൊ ന്യായ സംയുക്തൈ ഹേതുഭിഹി, യുക്തിയുക്തമായുള്ള കാരണങ്ങളെ കൊണ്ട് ധ്രുവാം വേദശ്രുതി, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന നിശ്ചിത അർത്ഥമുള്ള വേദവാക്യങ്ങളെ, ഇവ എന്ന് പറയുന്നതിലൂടെ ആ വേദവാക്യങ്ങളെ നിങ്ങളൊക്കെ എത്ര വളച്ചൊടിച്ചാലും അതിനെ കേടുവരുത്താനാവില്ല. വേദവാക്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും ആരൊക്കെ അതിനെ വളച്ചൊടിച്ചാലും അത് തിരിച്ച് അതിന്റെ അർത്ഥം തെളിഞ്ഞു വരും. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേദവാക്യങ്ങളെയൊക്കെ എന്താ പറയുക, അവർക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുക. നമ്മളെ മാക്സ് മുള്ളർ അതിനു വേണ്ടി വന്ന ആളായിരുന്നു. സംസ്കൃതം പഠിച്ച് വേദങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജർമ്മനിയിൽ നിന്ന് മാക്സ് മുള്ളർ എന്ന ഒരു പണ്ഡിതൻ വന്നത്, എന്നിട്ട് സംസ്കൃതം പഠിച്ചത്. എന്നിട്ട് അദ്ദേഹം വേദവാക്യങ്ങളെ കുറെയൊക്കെ വിലക്ഷണമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയ വലിയ ബുക്സ്, ബുക്സ് ഓഫ് ഓറിയന്റൽസ് എന്ന് പറഞ്ഞിട്ട് 50 വോള്യം വലിയ ബുക്കുകളുണ്ട്. അതൊന്നും ശരിയൊന്നുമല്ല, കുറെ ശരിയുണ്ട്, കുറെ തെറ്റുണ്ട്. അതൊക്കെയാണ് പലരും റെഫർ ചെയ്തിട്ട് വന്നിട്ട് ഇതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന ആധുനിക പണ്ഡിതന്മാർ പറയുന്നത്, പലതരത്തിൽ കള്ളത്തരത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ പറയുന്നത്. അവരൊക്കെ സംസ്കൃതം ഇംഗ്ലീഷിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് സംസ്കൃത പദങ്ങളുടെ നാനാർത്ഥങ്ങളെ കുറിച്ച് ഓരോ സന്ദർഭത്തിൽ ഏതാണ് അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാതെ അവർക്കറിയാവുന്ന ഏതെങ്കിലും ഒരു അർത്ഥം കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് വികലമാക്കിയിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വേദവാക്യങ്ങളെ ആരൊക്കെ എങ്ങനെയൊക്കെ ബലാത്കാരം ചെയ്താലും എന്നുവെച്ചാൽ വികൃതമാക്കിയാലും അത് നശിച്ചു പോവില്ല, അത് തിരിച്ചു വരും, അതിന്റെ അർത്ഥം തിരിച്ചു കിട്ടും. അതുപോലെയാണ് സീതയെയും നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആ വേദമാതാവിനെ പോലെ പവിത്രയാണ് സീതയും. യുദ്ധ്യസ്വ യദി ശൂരോസി മുഹൂർത്തം തിഷ്ഠ രാവണ ശൈഷ്യസേ ഹതോ ഭൂമൗ യഥാപൂർവം ഖരസ്തദാ.
ഹേ രാവണ ശൂരഃ യദി അസി യുദ്ധ്യസ്വ മുഹൂർത്തം തിഷ്ഠ. ജടായു രാവണനെ വെല്ലുവിളിക്കുകയാണ്. ഹേ രാവണ, നീ ശൂരനാണെന്ന് വരികിൽ യുദ്ധ്യസ്വ, നീ എന്നോട് യുദ്ധം ചെയ്യ്. മുഹൂർത്തം തിഷ്ഠ, കുറച്ചു നേരം നീ അവിടെ നിൽക്ക്. പൂർവം കരഹ യഥാ തഥാ ഹതഃ ഭൂമൗ ശയിഷ്യസേ. മുമ്പ് എപ്രകാരമാണോ ആ ഖരൻ കൊല്ലപ്പെട്ടത്, അതുപോലെ നീയും കൊല്ലപ്പെട്ട് ഈ ഭൂമിയിൽ ശയിക്കാൻ പോകുന്നു. അസകൃത് സംയുഗേയേന നിഹതാ ദൈത്യദാനവാഃ ന ചിരവാസാസ്ത്വാം രാമോ യുധി വദിഷ്യതി. ഏന ദൈത്യദാനവാഃ സംയുഗേ അസകൃത് നിഹതാഃ. ഏതൊരു രാമനാലാണോ ദൈത്യന്മാരും ദാനവന്മാരും യുദ്ധത്തിൽ പല പ്രാവശ്യം കൊല്ലപ്പെട്ടത്, അങ്ങനെയുള്ള ക്ഷീരവാസാഹ രാമഃ, ആ മരവുരി ഉടുത്തവനാണെങ്കിലും ആ രാമൻ, താപസനെ പോലെ വേഷമുണ്ടെങ്കിലും ആ രാമൻ, യുധി ത്വാം ന ചിരാത് വധിഷ്യതി, യുദ്ധത്തിൽ നിന്നെ അധികം താമസിയാതെ വധിക്കുന്നതാണ്. അപ്പൊ അവനെ വെറും താപസൻ എന്നൊന്നും കരുതണ്ട, മരവുരി ധരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അവൻ വില്ലുപേക്ഷിച്ചിട്ടില്ല. കിം നു ശക്യം മയാ കർത്തും ഗതൗ ദൂരം നൃപാത്മജൗ ക്ഷിപ്രം ത്വം നശ്യസേ നീച തയോർഭീതോ ന സംശയഃ. ദൂരം ഗതൗ നൃപാത്മജൗ കർത്തും മയാ കിം നു ശക്യം. ദൂരെ പോയിരിക്കുന്ന സഹോദരന്മാർ രണ്ടുപേര്, രാജകുമാരന്മാർ, രാമലക്ഷ്മണന്മാർ, അവർക്ക് അറിവ് കൊടുക്കാനായിട്ട് എന്നാൽ ഇപ്പൊ എങ്ങനെയാണ് പോകാൻ സാധ്യമാവുക എന്ന് വെച്ചാൽ, സീതയെ വിട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഇപ്പൊ പോകും, നീ അവിടെയും കൊണ്ട് പോവില്ലേ? ഹേ നീച, അതുകൊണ്ട് നീചനായവനെ, തയോഹോ ഭീതഃ ത്വം ക്ഷിപ്രം നശ്യസേ ന സംശയഃ, അവരിൽ നിന്ന് പേടിച്ചോടുന്നവനായിട്ടുള്ള നീ അധികം താമസിയാതെ നശിക്കും, ഉറപ്പ്. നഹിമേ ജീവമാനസ്യ നയിഷ്യസി ശുഭാമിമാം സീതാം കമലപത്രാക്ഷീം രാമസ്യ മഹിഷീം പ്രിയാം. മേ ജീവമാനസ്യ, ഞാൻ ജീവിച്ചിരിക്കെ, കമലപത്രാക്ഷീം ശുഭാം ഇമാം രാമസ്യ പ്രിയാം പത്നീം സീതാം ന നയിഷ്യസിഹി. ആ താമരക്കണ്ണിയായുള്ള ശുഭയായ പുണ്യവതിയായ ഈ രാമപത്നിയായ സീതയെ, പട്ടമഹിഷിയെ ഹരിച്ചു കൊണ്ടുപോയി നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ന നയിഷ്യസി, നീ നയിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല. ഹി എന്നുള്ളത് ഉറപ്പിനെ കാണിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കെ നിനക്ക് സീതയെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അവശ്യം തു മയാ കാര്യം പ്രിയം തസ്യ മഹാത്മനഃ ജീവിതേനാഭിരാമസ്യ തഥാ ദശരഥസ്യ ച. തസ്യ മഹാത്മനഃ രാമസ്യ തഥാ ദശരഥസ്യ ച പ്രിയം മയാ ജീവിതേനാഭി അവശ്യം കാര്യം തു. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. തെളിയിക്കണാര്? ജടായു. എന്താ പറയണത്? തസ്യ മഹാത്മനഃ രാമസ്യ, ആ മഹാത്മാവായ രാമനും, തഥാ ദശരഥസ്യ ച, അതുപോലെ എന്റെ പൂർവ്വ സുഹൃത്തായിരുന്ന ദശരഥന്റെ വയസ്യനാണ്, സമാന വയസ്കനായിട്ടുള്ള കൂട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് രാമനെ പരിചയപ്പെട്ടത്. അപ്പൊ ദശരഥന്റെ വയസ്യനായ, ദശരഥന്റെ കൂട്ടുകാരനായ ഞാൻ, എനിക്ക് ദശരഥനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിപ്പോ. അങ്ങനെയുള്ള പ്രിയം മയാ ജീവിതേനാപി, എന്റെ ജീവൻ കൊണ്ടാണെങ്കിലും എന്റെ പ്രാണനെ കൊടുത്തിട്ടാണെങ്കിലും എന്നർത്ഥം. അവശ്യം കാര്യം തു, അത്യാവശ്യമായി നിശ്ചയമായി ചെയ്യേണ്ട കർത്തവ്യമാണ്. അപ്പൊ എന്റെ സുഹൃത്തായിരുന്ന ദശരഥന് വേണ്ടിയും മഹാത്മാവായ രാമന് വേണ്ടിയും എന്റെ ജീവനെ ത്യജിച്ചും ഞാൻ നിന്നെ എതിർത്ത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കും. തിഷ്ഠ തിഷ്ഠ ദശഗ്രീവ മുഹൂർത്തം പശ്യ രാവണ യുദ്ധാദിത്യം പ്രദാസ്യാമി യഥാ പ്രാണം നിശാചര. ഹേ ദശഗ്രീവ രാവണ, തിഷ്ഠ തിഷ്ഠ നിശാചര, നീ ഇവിടെ നിൽക്ക് രാക്ഷസ. യഥാ പ്രാണം യുദ്ധാദിത്യം പ്രദാസ്യാമി, ഞാൻ എനിക്ക് എന്റെ ശക്തി ഉള്ളതുപോലെ, എന്റെ ജീവൻ ഉള്ളതുവരെ നിന്നോട് യുദ്ധമാകുന്ന ആദിത്യത്തെ ഞാൻ നൽകുന്നു. നീ എന്റെ ദേശത്തേക്ക് വന്നവനാണല്ലോ അല്ലെ, അതിഥി ദേവോഭവ. അപ്പോ എന്റെ ദേശത്ത് വന്ന നിനക്ക് ഞാൻ ആദിത്യം അരുളുകയാണ്. എങ്ങനെ? യുദ്ധം കൊണ്ട് നിനക്ക് വിരുന്ന് തരാം ഞാൻ. അതാണ് യുദ്ധാദിത്യം പ്രദാസ്യാമി. ഹേ രാവണ മുഹൂർത്തം പശ്യ,
കുറച്ചു നേരം നീ അനുഭവിക്കുക, നീ നോക്കിക്കൊള്ളുക. വൃന്ദാദിവ ഫലം ത്വാം തു പാതയേയം രഥോത്തമാത്. വൃന്ദാത് ഫലമിവ ത്വാം രഥോത്തമാത് അഹം പാതയേയം. വൃന്ദം എന്ന് പറഞ്ഞാൽ ഒരു പഴത്തിന്റെ ഞെട്ട്. അപ്പൊ വൃന്ദത്തിൽ നിന്ന് ഫലം ഇവ, ഒരു വൃക്ഷത്തിലെ ഞെട്ടിൽ നിന്ന് പഴത്തെ വീഴ്ത്തുന്നത് പോലെ ത്വാം രഥോത്തമാത് പാതയേയം, നിന്നെ ഈ ഉത്തമ രഥത്തിൽ നിന്ന് ഞാനിതാ ഭൂമിയിൽ പതിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ രാവണനെ വെല്ലുവിളിച്ചുകൊണ്ട് ജടായു യുദ്ധത്തിന് സജ്ജമായി. ഇനി രാവണനും ജടായുവുമായിട്ടുള്ള യുദ്ധം അടുത്ത സർഗത്തിലാണ്. അത് ഗംഭീര യുദ്ധമാണ്. അപ്പൊ നമുക്കിവിടെ നിർത്താം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ 50 സർഗഃ. 50-ാം സർഗം പൂർണ്ണം. സർഗങ്ങളുടെ കണക്കിൽ 75-ൽ 50 കഴിഞ്ഞു, 3-ൽ 2 കഴിഞ്ഞു, 20 ദിവസവും കഴിഞ്ഞു. കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനൂമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ. എല്ലാവരും പ്രസാദം മേടിച്ചു പോവാം. ഹരി ഓം.